ഓം ശ്രീനാരായണ പരമഗുരുവേ നമ. എല്ലാവർക്കും നമസ്തേ. കോട്ടയം SNDP യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന ശ്രീനാരായണ ധർമ്മപഠന കേന്ദ്രത്തിൻ്റെ വിദൂര ദർശന പഠന പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഗുരുവാര പാഠശാലയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗുരുധ്യാനത്തോടുകൂടി ഇന്നത്തെ ക്ലാസ്സുകൾ ആരംഭിക്കാം. ഗുരുധ്യാനം ആലപിക്കുന്നത് സുനിത ബൈജു. गुरु ब्रह्मा गुरु विष्णु गुरुदेवो महेश्वरा गुरु साक्षात् परं ब्रह्मा तस्मै श्री गुरवे नमः. ഗുരുജനങ്ങളെ, എല്ലാവർക്കും ഇന്നത്തെ ഗുരുവാര പാഠശാലയിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ ഗൃഹസ്ഥ ശിഷ്യന്മാരിൽ പ്രമുഖനായ ഡോക്ടർ പൽപുവിനെ സംബന്ധിച്ചുള്ള ക്ലാസ്സാണ്. ഈ ക്ലാസ് നയിക്കുന്നതിന് വേണ്ടി നമുക്കിന്ന് ലഭ്യമായിരിക്കുന്നത് പഠനകേന്ദ്രത്തിൻ്റെ ആചാര്യ സ്ഥാനം അലങ്കരിക്കുന്ന ശ്രീ VM ശശി സാറാണ്. ശശി സാറിനെ സംബന്ധിച്ച് കോട്ടയം നിവാസികളായ ആരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. മധ്യ തിരുവിതാംകൂറിലുള്ള ആളുകൾക്കെല്ലാം അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ്. കോട്ടയം SNDP യൂണിയൻ്റെ വൈസ് പ്രസിഡൻ്റായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നു. കോട്ടയം പാമ്പാടി കോത്തല ബ്രഹ്മശ്രീ സൂര്യനാരായണ ദീക്ഷിത സ്വാമികളുടെ കർമ്മഭൂമിയിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള മാന്യദേഹമാണ് ശശി സാർ. വളരെ ചെറുപ്പത്തിൽ തന്നെ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ ആത്മീയ പാതയിലൂടെ ചരിച്ചിട്ടുള്ള VM ശശി സാർ ഒട്ടനവധി ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളുടെ സാരഥിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. യൂത്ത് മൂവ്മെൻ്റ് തലം മുതൽ ഇപ്പോൾ വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രന്ഥകാരനാണ്, പ്രാസംഗികനാണ്, പ്രഭാഷകനാണ്. ഒട്ടനവധി വിശേഷങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് സൂചിപ്പിക്കാനുണ്ട്. നമുക്ക് ഏവർക്കും സുപരിചിതനായതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആദരപൂർവ്വം ബഹുമാനപ്പെട്ട VM ശശി സാറിനെ ഇന്നത്തെ ഡോക്ടർ പൽപുവിനെ സംബന്ധിക്കുന്ന ക്ലാസ് നടത്തുന്നതിനേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്തേ സാർ. നമസ്തേ, എല്ലാവർക്കും നമസ്കാരം. ക്ലാസ് തുടങ്ങട്ടെയോ? തുടങ്ങാം സാർ, തുടങ്ങാം. ഞാൻ പറയുന്നത് കേൾക്കാം. ഇത് ഞാനിപ്പോ ആദ്യമായിട്ട് ഒരു സംശയം ചെയ്യിക്കുകയാണ്. നമ്മള് ക്ലാസ് ഈ നോട്ട് എഴുതി എടുക്കുന്ന തരത്തിലുള്ള ക്ലാസ് ആണോ, പ്രഭാഷണമായിട്ട് എടുത്താൽ മതിയോ? പ്രഭാഷണമായിട്ട് മതി സാറേ, പ്രഭാഷണമായിട്ട് മതി. ഓക്കെ. സാറേ, അതെ, ഒരു സെക്കൻഡ് സാറേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി, അതായത് ഇവിടെ നമുക്കിത് യൂട്യൂബിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നോട്ടുകൾ ആവശ്യമുള്ളവർക്ക് റിപ്പീറ്റ് ചെയ്ത് കാണാനുള്ള സൗകര്യം ഉണ്ടല്ലോ. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ പിന്നെ ഞാൻ നോട്ട് പറയുന്ന ക്ലാസ് പോലെ ആക്കുന്നില്ല, പ്രഭാഷണ രൂപത്തിൽ ഞാൻ പറഞ്ഞോളാം. ശരി സാർ. നോട്ട് എന്ന് പറയുമ്പോൾ നിർത്തി പറയുക, ഇടയ്ക്ക് ആവർത്തിച്ച് പറയുകയൊക്കെ ചെയ്യേണ്ടി വരും. ഞാൻ ചോദിച്ച ക്ലാസ് ആയിട്ട് വേണോ പ്രഭാഷണമായിട്ട് മതി? ശരി, ഞാൻ തുടങ്ങാം. ഇപ്പൊ എനിക്ക് ഇച്ചിരി താമസിച്ചു പോയത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ടാബിലേക്ക് ഞാൻ മാറിയപ്പോൾ എനിക്ക് കയറാൻ പറ്റുന്നില്ല. ഇതുപോലെ ഒരു സ്ക്രീൻ കിട്ടുന്നില്ല. അതായത് ഞാൻ ഫോണിൽ വിളിച്ച് പ്രസാദിനോട് പറയും ഏർപ്പാട് ചെയ്യും. നമ്മളിപ്പോൾ ഡോക്ടർ പൽപുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പരിമിതമായ സമയത്തിനുള്ളിൽ ഡോക്ടർ പൽപുവിന്റെ ജീവചരിത്രത്തിന്റെ എന്താ പറയുക, ഒരു പ്രസക്തമായ ഭാഗങ്ങൾ അല്ലെങ്കിൽ സമഗ്രമായി അത് പ്രതിപാദിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയില്ല. അതുകൊണ്ട് ഒരു ഔട്ട്ലൈൻ സ്റ്റോറി പോലെ വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റ്സുകളൊക്കെ പറഞ്ഞു വയ്ക്കാനേ ഈ പരിമിതമായ സമയത്തിനുള്ളിൽ കഴിയുള്ളൂ. ഞാൻ ഡോക്ടർ പൽപുവിന്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ 2 വർഷം മുമ്പ് ചെയ്തിട്ടുണ്ട്. അതെനിക്കൊന്ന് ഗുരുപദൻ TVയുടെ ഇതിനകത്ത് കിടപ്പുണ്ട്. അതൊരു 1.5 മണിക്കൂർ അടുത്ത് ദൈർഘ്യം വരുന്ന ഇതാണ്. അതുപോലും പൂർണ്ണമാക്കി അവതരിപ്പിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട് അന്ന്. അതുകൊണ്ട് ഞാൻ മുഖവുര നീട്ടുന്നില്ല, ഞാൻ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ഡോക്ടർ പൽപുവിനെ കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സ്വാഗതപ്രാസംഗം സൂചിപ്പിച്ചതുപോലെ
ശ്രീനാരായണ ഗുരുദേവൻ കഴിഞ്ഞാൽ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും ഏറെ ആദരവോടെ കണ്ടത് ഡോക്ടർ പൽപുവിനെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്രമാത്രം വൈശിഷ്ട്യമാർന്ന വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. ഇവിടെ നല്ല ഇടിയും മഴയുമാണ് സാർ. സാറിന്റെ ക്ലാസ്സിലേക്ക് മിസ് ചെയ്യുന്നുണ്ട്. കേൾക്കത്തില്ല. ഇവിടെയും മഴയാണ്. വേണമേ ഞാൻ നെക്സ്റ്റ് ആവുകയാണേ. ഭയങ്കര ഇടിയും മഴയാണ്. ക്ലാസ് തുടരാം സാർ, ക്ലാസ് തുടരാം. അത്രമാത്രം വൈശിഷ്ട്യമാർന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. നമുക്ക് ഇങ്ങനെ ഒരു മനുഷ്യന് സിമ്പിൾ ആവാൻ അല്ലെങ്കിൽ എളിമത്വത്തോടെ ജീവിക്കാൻ കഴിയുമോ എന്ന് പോലും ചിലപ്പോൾ നമുക്ക് സംശയം തോന്നിപ്പോകും ഡോക്ടറുടെ ചില പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാൽ. ഡോക്ടറുടെ മനസ്സിൽ നിറയെ എപ്പോഴും താൻ ജനിച്ച സമുദായത്തെക്കുറിച്ചുള്ള ചിന്ത, തനിക്ക് ഉയരങ്ങളിലെത്താൻ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, ആ തടസ്സങ്ങൾ ഇനിയും സമൂഹത്തിൽ നിലനിൽക്കുന്നു, അതുകൊണ്ട് ആ തടസ്സങ്ങൾ മാറ്റേണ്ടതിന് അല്ലെങ്കിൽ മാറ്റാൻ ഉയരത്തിലെത്തിയ ഒരാളെന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ട അല്ലെങ്കിൽ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏതൊക്കെ, ഇതെല്ലാം എപ്പോഴും നിറഞ്ഞു നിന്നിരുന്നു. ആ ഉത്തരവാദിത്വ ബോധമാണ് ഡോക്ടറെ ഇത്രയും വിനയാന്വിതനാക്കുകയും ഇത്രയും പരോപകാര തൽപരനാക്കുകയും ചെയ്തത്. വാസ്തവത്തിൽ SNDP ആദ്യകാല പ്രവർത്തനങ്ങളിൽ ഡോക്ടർ മുടക്കിയിരിക്കുന്ന പൈസയ്ക്ക് ഒരു കണക്കില്ല. വേറൊരർത്ഥത്തിൽ പറഞ്ഞ അത് യോഗ പ്രവർത്തനങ്ങളിൽ മാത്രമല്ല, നിർധനരായ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ പൈസ മുടക്കുന്നതും ഡോക്ടറാണ് ഏറ്റവും കൂടുതൽ ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്നത്. അത് നമുക്കറിയാം. കുമാരനാശാനിൽ തുടങ്ങുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ നിർദ്ദേശിച്ച പ്രകാരം 5 വർഷമാണ് കുമാരനാശാനെ എല്ലാ ചെലവുകളും നിർവഹിച്ചുകൊണ്ട് ഡോക്ടർ മൈസൂറിൽ പഠിപ്പിച്ചത്. ആശാൻ മൈസൂറിൽ മാത്രമല്ല, മൈസൂറിൽ പ്ലേഗ് ബാധ ഉണ്ടായപ്പോൾ കൽക്കട്ടയിൽ പോയി പഠിക്കേണ്ടി വന്നു. അവിടെയും പ്ലേഗിന്റെ ഒരു ആരംഭം കണ്ടപ്പോൾ മദ്രാസിലേക്ക് അദ്ദേഹത്തെ ഷിഫ്റ്റ് ചെയ്തു പഠിത്തം. അങ്ങനെയൊക്കെ ആയിട്ട് 5 വർഷം അവിടെ ചെലവഴിച്ചു. ഇതിന്റെ മുഴുവൻ ചെലവുകളും വഹിച്ചത് ഡോക്ടർ പൽപുവാണ്. അതിനുശേഷവും തിരുവിതാംകൂറിൽ നിന്ന് എത്രയൊക്കെയോ വിദ്യാർത്ഥികളെ ഡോക്ടർ അവിടെ താമസിപ്പിച്ച് പഠിപ്പിക്കാൻ തയ്യാറായി. ഗുരുദേവൻ നിർദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പണം മുടക്കാൻ തയ്യാറാവും. എല്ലാ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും തനാൽ കഴിയുന്നതിനപ്പുറം പണം മുടക്കി അതെല്ലാം നടത്തുകയും കഷ്ടപ്പെട്ടതെല്ലാം സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു എന്താ പറയാ മഹത്തുക്കളിൽ വെച്ച് മഹത്തുക്കൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയും. ഒരു സാധാരണ മഹാൻ എന്ന് നമ്മൾ വിളിക്കുന്നത് ഒരു സാമൂഹ്യ പരിഷ്കർത്താവിനെ എങ്ങനെ കാണുന്നു അങ്ങനെയല്ല, മഹത്തുക്കളിൽ വെച്ച് മഹത്തുക്കൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന. വേറെ രൂപത്തിൽ ഞാൻ അവതരിപ്പിച്ചാൽ, ഡോക്ടർ പൽപു ഇപ്പം വരികയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ട് തൊഴാനുള്ള യോഗ്യതയുണ്ട് അദ്ദേഹം. ഡോക്ടർ പൽപു ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ട് തൊഴാനുള്ള യോഗ്യത അദ്ദേഹത്തിനുണ്ട്. അത്ര മാത്രം സേവന തൽപരനായിരുന്നു, സേവന നിരതനായിരുന്നു. സ്വന്തം സമുദായത്തോടുള്ള അദ്ദേഹത്തിന്റെ കടപ്പാടുകൾ ഞാൻ സംസാരിച്ചു വരുമ്പോൾ അതിലേക്ക് വരാം. ഡോക്ടർ പൽപു ജനിച്ചത് 1863 നവംബർ 2 നമുക്കൊക്കെ അറിയാം. അദ്ദേഹത്തിന്റെ ജീവിത അന്ത്യം എന്ന് പറയുന്നത് 1950 ജനുവരി മാസം 25 അതിനൊരു പ്രത്യേകതയുണ്ട്. 1950 ജനുവരി 26 ആയിരുന്നെങ്കിൽ ഇന്ത്യ പരമാധികാര ജനകീയ റിപ്പബ്ലിക് ആകുമായിരുന്നു. അതിന്റെ തലേ ദിവസമാണ് അദ്ദേഹത്തിന്റെ അന്ത്യം. 87 വയസ്സായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പിതാവ് തിരുവനന്തപുരത്ത് പേട്ടയിൽ തച്ചക്കുടി പപ്പു എന്ന് വിളിച്ചിരുന്ന മാതിക്കുട്ടി ഭഗവതി ആയിരുന്നു. മാതാവ് പേട്ടയിൽ നെടുങ്ങോട്ട് വീട്ടിൽ പപ്പമ്മ എന്ന് വിളിച്ചിരുന്ന മാതപ്പെരുമാൾ ആണ്. ഈ ദമ്പതികളുടെ മകനായി ജനിച്ചു. ആദ്യകാലത്തൊക്കെ സുഖമായിരുന്നു വീട്ടിലെ ജീവിതം. കാരണം ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ കോൺട്രാക്ട് വർക്കിൽ നിന്ന് പണമൊക്കെ കിട്ടുന്നത് കാരണം. പക്ഷെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഡോക്ടർ പൽപു കോളേജ് വിദ്യാഭ്യാസ കാലത്തേക്കൊക്കെ എത്തുമ്പോൾ ഈ ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ ജോലികളിൽ പലതരത്തിലുള്ള സാമ്പത്തിക നഷ്ടം ഉണ്ടാകുകയും കുടുംബം ഏതാണ്ട് ഒരു പട്ടിണിയുടെ വക്കത്ത് വരെ എത്തി നിൽക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടേണ്ടി വന്നു. വളരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പണമില്ലാതെയാണ് ബുദ്ധിമുട്ടത്. ആകെ കൂടി ഉണ്ടായിരുന്ന ഒരു ഭാഗ്യം, ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരൻ പി വേലായുധൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്.
എല്ലാം പി ചേർന്നാണ്. പി പൽപു, പി വേലായുധൻ, പി പരമേശ്വരൻ, പി മാധവൻ വൈദ്യർ, പി താണു എന്നിങ്ങനെ ഇത്രയും സഹോദരന്മാരാണ് ഉണ്ടായിരുന്നത്. 2 സഹോദരിമാരുണ്ടായിരുന്നു, അവർ നേരത്തെ മരിച്ചുപോയി. അപ്പൊ അതിൽ പി വേലായുധന് മദ്രാസിൽ ഒരു 45 രൂപ ശമ്പളത്തിൽ ഒരു ജോലി കിട്ടിയിരുന്നു. ഈ പി വേലായുധനെ കുറിച്ച് നമ്മൾ അറിയുമ്പോൾ അദ്ദേഹമാണ് തിരുവിതാംകൂറിലെ പിന്നോക്ക സമുദായങ്ങളിലെ ആദ്യത്തെ ബിരുദധാരി. അപ്പൊ അതുകൊണ്ടൊന്നും ബാക്കിയുള്ള ആളുകളുടെ പഠിത്തവും കുടുംബച്ചെലവും ഒന്നും നടന്നു പോവുകയില്ല. അതിനൊക്കെ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു ഡോക്ടർ പൽപുവിന്റെ മാതാവിന്. കാരണം അച്ഛൻ ഇതിനിടയ്ക്ക് മരണപ്പെടുകയും ഒക്കെ ചെയ്തപ്പോൾ വലിയ വലിയ ബുദ്ധിമുട്ടുകൾ ഇതിനെ അനുഭവിക്കേണ്ടി വന്നു. അമ്മാവന്റെ വീട്ടിൽ മരിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മയുടെ ആങ്ങളുടെ വീട്ടിലെ അമ്മയ്ക്ക് കിട്ടേണ്ട ഷെയർ അല്ലെങ്കിൽ പറമ്പ് അതിൽ നിന്ന് ആദായം എടുക്കാനൊക്കെ ശ്രമിക്കുകയും അമ്മാവന്മാരെ തടസ്സപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനതെല്ലാം വിടുകയാണ്, അതിലേക്ക് പോയ സമയപരിധിക്കുള്ളിൽ നമുക്ക് എത്തിക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ മെട്രിക്കുലേഷൻ കഴിഞ്ഞ ഡോക്ടർ പൽപുവിന് അന്ന് തിരുവിതാംകൂർ ഗവൺമെന്റ് നടത്തുന്ന വൈദ്യ ക്ലാസ്സുകൾക്ക് അല്ലെങ്കിൽ MBBS പോലെയുള്ള അന്നത്തെ ബിരുദ കോഴ്സിന് അഡ്മിഷന് വേണ്ടിയുള്ള എൻട്രൻസ് പരീക്ഷ, ആ പരീക്ഷയിൽ ഡോക്ടർ പൽപുവും എഴുതി 2ാം റാങ്കുകാരനായി വിജയിച്ചു. എങ്കിൽ പോലും അന്ന് നിലനിന്നിരുന്ന സാമൂഹിക അല്ലെങ്കിൽ ജാതി വ്യത്യാസം, ജാതിയുടെ ഉച്ചനീചത്വങ്ങൾ അവർണന് ഇത്തരത്തിലുള്ള അഡ്മിഷൻ നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയും അവർണ സമുദായത്തിൽപ്പെട്ട ഡോക്ടർ പൽപുവിന് MBBSന് അഡ്മിഷൻ കൊടുത്താൽ അദ്ദേഹം കൊടുക്കുന്ന മരുന്നുകൾ തീണ്ടലും തൊടിയിലും ഉള്ള സവർണ സമുദായത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അങ്ങനെ ആ ഒരു തസ്തികയിലേക്ക് അദ്ദേഹം വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അഡ്മിഷൻ കൊടുക്കാൻ പാടില്ല എന്ന് തിരുവിതാംകൂർ ഗവൺമെന്റ് തീരുമാനിക്കുകയും അങ്ങനെ ഡോക്ടറെ അറിയിക്കുകയും ചെയ്തു. അറിയിച്ചത് പക്ഷേ ഡോക്ടർക്ക് പ്രായം കൂടിപ്പോയി, അതുകൊണ്ട് അഡ്മിഷന് കൊടുക്കാൻ നിവൃത്തിയില്ല എന്നാണ്. വാസ്തവത്തിൽ പ്രായം കൂടിയില്ല എന്ന് അദ്ദേഹം ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്തു. ഈ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി അയച്ചു കൊടുത്തിട്ട് എനിക്ക് പ്രായം കൂടിയിട്ടില്ല എന്ന് പ്രൂവ് ചെയ്തപ്പോഴും അതിനൊരു മറുപടിയും ലഭിച്ചില്ല, അഡ്മിഷൻ ഇട്ട് കൊടുത്തുമില്ല. അപ്പം ഡോക്ടർക്ക് വായിച്ചയായി. ഡോക്ടർ മദ്രാസ് ഗവൺമെന്റിൽ, അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് മദ്രാസിന്റെ ഭരണം നടത്തുന്നത് നേരിട്ടാണ്, രാജഭരണമല്ല. അതുകൊണ്ട് അവിടെ ഈ ജാതി അത്ര രൂക്ഷമല്ല. അതുകൊണ്ട് മദ്രാസിൽ മെഡിക്കൽ കോളേജിൽ ചേർന്ന് പഠിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ 1885 മദ്രാസ് മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ചേർന്ന് പഠിക്കുകയാണ്. അത് ചേരുമ്പോൾ 150 രൂപയാണ് ഫീസ് കൊടുക്കേണ്ടത്. പക്ഷേ ഡോക്ടർ പൽപുവിന്റെ മാതാവും ഡോക്ടർ പൽപുവിന്റെ സഹോദരങ്ങളും ഒക്കെ കൂടി ശ്രമിച്ചിട്ടും 75 രൂപയുടെ കുറവുണ്ട് ഫീസ് കൊടുക്കാൻ. ഡോക്ടർക്ക് അഡ്മിഷന് പോകാൻ 1-2 ദിവസം അവശേഷിക്കുമ്പോൾ ആകെ വിഷമത്തിലായി. അമ്മയും വിഷമിച്ചു, ഡോക്ടറും വിഷമിച്ചു. ഇനി പോകാൻ ഇല്ല എന്നുള്ള ഒരു കാര്യങ്ങൾ എത്തുമ്പോൾ ഡോക്ടറെ അമ്മ ചെയ്തത് നമുക്കറിയാം. ഒരു സ്ത്രീകളും അങ്ങനെ ചെയ്യുമെന്ന്, പക്ഷേ അമ്മമാർക്ക് മക്കളോടുള്ള സ്നേഹം അതിന്റെ ഒരു പാരമ്പര്യം അങ്ങനെ ചെയ്യും എന്നും നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. ആ സ്ത്രീ സ്വന്തം കഴുത്തിൽ കിടന്ന മാലയും ഊരി ഡോക്ടറെ ഏൽപ്പിച്ചു. മോനെ, ഇത് കിട്ടുന്ന പൈസ കൊണ്ട് ഫീസ് കൊടുത്ത് നീ MBBSന് അല്ലെങ്കിൽ മെഡിക്കൽ ബിരുദത്തിന് പഠിക്കണം. അമ്മയുടെ ആഭരണം വിൽക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഞാൻ പഠിക്കുന്നില്ല എന്ന് അമ്മ പറഞ്ഞു. മോനെ, എന്റെ കഴുത്തിലെയും കാതിലെയും ഈ ആഭരണങ്ങളെക്കാൾ എത്രയോ വിലപിടിപ്പാണ് നിന്റെ വിദ്യാഭ്യാസത്തിൽ. അവിടെ നിന്റെ വിദ്യാഭ്യാസമാണ് എനിക്ക് ആഭരണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആഭരണം വിൽക്കാൻ നിർബന്ധിക്കുകയും അങ്ങനെ അത് വിറ്റ് കിട്ടിയ 75 രൂപ കൂടെ എടുത്താണ് ഡോക്ടർ ഇവിടെ മദ്രാസിൽ ചെന്ന് MBBSന് തുല്യമായ LMS പരീക്ഷയ്ക്ക് ചേർന്ന് പഠിക്കുന്നത്. അന്ന് MBBS ഇല്ല, മെഡിക്കൽ ബിരുദത്തിന്റെ പേര് LMS എന്നാണ്, ലൈസൻഷിയേറ്റ് ഇൻ മെഡിസിൻ ആൻഡ് സർജറി എന്നാണ് അതിന്റെ മുഴുവൻ രൂപം. അങ്ങനെ ലൈസൻഷിയേറ്റ് ഇൻ മെഡിസിൻ ആൻഡ് സർജറി എന്ന മെഡിക്കൽ ബിരുദ കോഴ്സിന് ചേരുകയും അതിൽ പ്രശസ്തമായ രീതിയിൽ വിജയിക്കുകയും ചെയ്തപ്പോൾ ഡോക്ടർ പൽപുവിന്റെ അക്കാഡമിക് മികവ് കണ്ട് അന്ന് മദ്രാസിൽ ഡോക്ടർ പൽപുവിനെ ജോലിക്കെടുത്തു. മദ്രാസിൽ അന്ന് ഈ മസൂരിക്കെതിരെ ഉള്ള വാക്സിൻ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മെഡിസിൻ നിർമ്മിക്കുന്ന ഒരു ശാല ഉണ്ടായിരുന്നു. അതിന്റെ സൂപ്രണ്ടന്റ് ആയിട്ടാണ്
ഡോക്ടറെ അവിടെ നിയമിക്കുന്നത്. അപ്പൊ ആദ്യത്തെ നിയമനം എന്ന് പറയുന്നത് മദ്രാസിൽ ഈ വാക്സിൻ സ്പെഷ്യൽ ഡിപ്പോ സൂപ്രണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ. അങ്ങനെ നിയമനം കിട്ടി. അത് 1890 ആ നിയമനം ലഭിക്കുകയും 1891 വരെയുള്ള 1 വർഷം അവിടെ പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ഈ ഫാക്ടറി നടക്കുന്ന ഈ മദ്രാസ് ഭയങ്കര ചൂടുള്ള പ്രദേശമായതുകൊണ്ട് അവിടെ ഉണ്ടാക്കുന്ന വാക്സിനുകൾ കേടായി പോകുന്നു. ഇന്നത്തെ പോലുള്ള പ്രിസർവേഷൻ സംവിധാനങ്ങളൊന്നും അന്ന് വികസിച്ചിരുന്നില്ലല്ലോ. കേടായി പോകും. അതുകൊണ്ട് തണുപ്പുള്ള പ്രദേശത്തേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യണം, ഈ കമ്പനി ഷിഫ്റ്റ് ചെയ്യണം, അല്ലെ ഫാക്ടറി ഷിഫ്റ്റ് ചെയ്യണം എന്ന് അവർ തീരുമാനിക്കുകയും അങ്ങനെ അന്ന് ഏറ്റവും കൂടുതൽ തണുപ്പുള്ള മൈസൂരിൽ ബാംഗ്ലൂരിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഡോക്ടർ ബാംഗ്ലൂരിൽ എത്തുന്നു. ഈ കമ്പനി ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടറെ ഉൾപ്പെടെ അവിടുത്തെ ജോലിക്കാരെല്ലാം മൈസൂരിലേക്ക് പോകേണ്ടി വന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് മൈസൂരിലേക്ക് ഡോക്ടർ ജോലിക്ക് പോകുന്നത്. നമ്മൾ ഡോക്ടറെ കുറിച്ച് പറയുമ്പോൾ മൈസൂരിൽ ജോലി ചെയ്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതിങ്ങനെയാണ് സംഭവിച്ചതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അവിടെ ചെന്ന് 1 വർഷത്തിനകം ഈ ഫാക്ടറി നിർത്തപ്പെട്ടു. കാരണം മദ്രാസ് ഗവൺമെന്റിന് നടത്തിക്കൊണ്ടു പോകുന്ന നഷ്ടമാണെന്ന് തോന്നിയതിന് കണ്ട് അതുപോലെയല്ല വിദേശങ്ങളിലേക്ക് കയറ്റി അയക്കാനൊന്നും ഈ വാക്സിൻ അനുയോജ്യമല്ല എന്നൊരു ധാരണയൊക്കെ ഉണ്ടായപ്പോൾ അത് നിർത്തി. പക്ഷെ മദ്രാസ് ഗവൺമെന്റ് ഇത് നിർത്തിയപ്പോൾ മൈസൂർ ഗവൺമെന്റിന് ഇത് തുടർന്ന് നടത്താനുള്ള ഒരു താല്പര്യം അന്നത്തെ ദിവാൻ മൈസൂർ മഹാരാജാവിന് ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തു. ഡോക്ടറെ വിടരുത്, ഡോക്ടറെ കൊണ്ട് നമുക്ക് നടത്തിക്കാം, വേറൊരു ഫാക്ടറി തുടങ്ങാം. അങ്ങനെ നിർത്തി പോയെങ്കിൽ പോലും ഡോക്ടർക്ക് മൈസൂർ ഗവൺമെന്റിന്റെ കീഴിൽ തുടങ്ങിയ ഈ ഫാക്ടറിയിൽ തന്നെ ജോലി ലഭിക്കുകയുണ്ടായി. അങ്ങനെയാണ് സ്ഥിരമായി പിന്നെ മൈസൂരിൽ തന്നെ ഡോക്ടർ പൽപു നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അപ്പൊ 70 രൂപ ശമ്പളത്തിനാണ് ഡോക്ടർ പൽപു അവിടെ ആദ്യം ജോലിക്ക് കയറുന്നത്. 1891 അവസാനമായപ്പോഴാണ് മൈസൂർ ഗവൺമെന്റിന്റെ കീഴിലുള്ള ജോലി പുതുതായി അദ്ദേഹത്തിന് ലഭിക്കുന്നത്. മൈസൂരിൽ 1898 കാലമായപ്പോഴത്തേക്കും വീണ്ടും പ്ലേഗ് ബാധ ഉണ്ടായി. അവിടെ പ്ലേഗിന്റെ നിർമ്മാർജ്ജനത്തിന്റെ ചീഫായിട്ട് ഡോക്ടർ പൽപുവിനെ നിയമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരുപാട് ത്യാഗം അനുഭവിച്ചു. ആ ത്യാഗത്തെ കുറിച്ചൊക്കെ അദ്ദേഹം പിൽക്കാലത്ത് തന്റെ സുഹൃത്തുക്കൾക്കൊക്കെ കത്തെഴുതുന്നുണ്ട്. അവിടെ ഈ പ്ലേഗ് നിർമ്മാർജ്ജനത്തിന്റെ ഒരു യൂണിറ്റ് ഹെഡായി സേവനം അനുഷ്ഠിക്കുമ്പോൾ അദ്ദേഹം നാട്ടിലേക്ക് എഴുതിയ ഒരു കത്തിൽ ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്: ഞാൻ ഇവിടെ എൻ്റെ ക്യാമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് ചുറ്റുമായി 8 ഇതകളിൽ പ്ലേഗ് ബാധിച്ചവരുടെ ഡെഡ് ബോഡി കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് തീർന്നാൽ ഉടനെ വീണ്ടും അതിലേക്ക് വയ്ക്കുന്നതിന് വേണ്ടി കുളിപ്പിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന 10-15 ഡെഡ് ബോഡികൾ ഉണ്ട്. അത് കൂടാതെ 25ഓളം പേർ ആസന്ന മരണരായി കിടക്കയിൽ കിടക്കുന്നു. 100-ലധികം ആളുകളെ നേരത്തെ അഡ്മിറ്റ് ചെയ്തതുണ്ട്. ഇനി 500-ലധികം ആളുകളെ വീടുകളിൽ നിന്ന് ഈ ക്യാമ്പിലേക്ക് മാറ്റി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇത്രയും പ്ലേഗ് ബാധിച്ചവർ ഇപ്പോൾ തന്നെ ഉണ്ട്. പണ്ട് കാശിയിലെ ശ്മശാനത്തിൽ കത്തിയെരിയുന്ന ശവങ്ങൾക്ക് നടുവിൽ ദണ്ഡുമൂന്നി നിന്ന ഹരിശ്ചന്ദ്ര മഹാരാജാവിനെ പോലെ ഞാൻ ഇവിടെ അധികാരദണ്ഡുമായി നിൽക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന് എഴുതിയ ഒരു കത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത്രമാത്രം ആളുകളെല്ലാം മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. ഈ കോവിഡ് വന്നപ്പോൾ സംഭവിച്ചതിനേക്കാൾ 4 ഇരട്ടി ഭീകരമായിരുന്നു ആ കാലഘട്ടത്തിൽ ഇത്. കാരണം ഇന്നത്തെ സാഹചര്യങ്ങളോ ഇന്നത്തെ പോലെ ക്വാറന്റൈൻ സൗകര്യങ്ങളൊന്നും ആ കാലഘട്ടത്തിൽ ഇല്ലാത്തത് കൊണ്ട് അപ്പൊ അങ്ങനെ പോലും ത്യാഗം അനുഷ്ഠിച്ച് ആ ഡിപ്പാർട്ട്മെന്റ് ഇതെല്ലാം നിർമ്മാർജ്ജനം ചെയ്ത് കഴിഞ്ഞ് ഡോക്ടറെ വിളിച്ച് അഭിനന്ദിക്കുകയും അവാർഡുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഡോക്ടറുടെ മെറിറ്റിന്റെ അല്ലെങ്കിൽ ഡോക്ടർ ചെയ്ത സേവനത്തിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ലഭിച്ചതാണ്. എല്ലാവരും പ്രശംസിച്ചിട്ടുണ്ട് ഡോക്ടറെ ആ കാലഘട്ടത്തിൽ. അപ്പൊ ഇങ്ങനെ ത്യാഗോജ്വലമായ സേവനങ്ങളും ഈ തരത്തിൽ കഠിനമായ അധ്വാനവും ഒക്കെ വേണ്ടുന്ന ജോലികളിലൂടെ പടിപടിയായി ഉയർന്ന് അദ്ദേഹം ബാംഗ്ലൂര് ഹെൽത്ത് ഓഫീസറായി ആദ്യം തന്നെ 1905 ആയപ്പോൾ. 1905 മുതൽ 7 വരെയുള്ള കാലഘട്ടത്തിൽ ഗവൺമെന്റ് സാനിറ്ററി കമ്മീഷണറുടെ പേഴ്സണൽ അസിസ്റ്റന്റായി, 1907 ഡെപ്യൂട്ടി സാനിറ്ററി കമ്മീഷണറായി, ഇതിനിടയ്ക്ക് ജയിൽ സൂപ്രണ്ടിന്റെ പദവി വഹിച്ചു. 1902 മൈസൂർ മുനിസിപ്പാലിറ്റിയുടെ എക്സ് ഒഫീഷ്യ വൈസ് പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചു. ബറോഡയിൽ
അഥവാ ഗുജറാത്തിലാണ് ബറോഡ. 1917 മുതൽ 18 വരെ സാനിറ്ററി അഡ്വൈസറായി, എന്നുവെച്ചാൽ ആ രാജ്യത്തിന്റെ ചീഫാണ് സാനിറ്ററി അഡ്വൈസർ എന്ന് പറയുന്നത്, സേവനം അനുഷ്ഠിച്ചു. ഇങ്ങനെ ഏതാണ്ട് 1920 അദ്ദേഹം പെൻഷനാണ്. ആ 20 വരെയുള്ള കാലഘട്ടത്തിൽ പെൻഷന് മുമ്പ് അദ്ദേഹം വാങ്ങിക്കുന്ന സാലറി അക്കാലഘട്ടത്തിൽ 1200 രൂപയാണ്. ഈ 1200 രൂപ ലഭിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അന്ന് 5 രൂപയിൽ കൂടുതൽ ശമ്പളമുള്ള ഒരു ഈഴവൻ പോലും ഇല്ല എന്ന് ഡോക്ടർ പൽപു തന്നെ മലയാളി മെമ്മോറിയലിലും പിന്നീട് ഈഴവ മെമ്മോറിയലും രേഖപ്പെടുത്തിയ കാലത്താണെന്ന് ഓർക്കണം. അപ്പൊ അത്രയും ഉന്നതമായ പദവിയിൽ അന്ന് മൈസൂരിലെ മഹാരാജാവും ദിവാനും കഴിഞ്ഞാൽ ഏറ്റവും പ്രസിദ്ധനായിരുന്നത് ഡോക്ടർ പൽപുവാണ്. എന്ന് മാത്രമല്ല, ദിവാനും രാജാവിനും എന്തെങ്കിലും സംശയം ഉണ്ടാകുമ്പോൾ അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ അവർ രാജധാനിയിലേക്ക് വിളിപ്പിച്ചിരുന്നതും ഡോക്ടർ പൽപുവിനെയാണ്. അതാണ് ഡോക്ടർ പൽപുവിന്റെ വ്യക്തി ജീവിതത്തിലെ, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ ഏകദേശം ഒരു ഔട്ട്ലൈൻ. അപ്പൊ അങ്ങനെ ഡോക്ടർ അവിടെ കഴിയുന്ന കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിലെ സാമൂഹിക നവോത്ഥാന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വ്യാപൃതനായത് എന്ന് ഓർക്കണം. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവാണ്. നമ്മളാരും അതൊന്നും ചെയ്യല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊരു പാഠമാണ് യഥാർത്ഥത്തില്. കാരണം ഇന്ന് ഒരു LD ക്ലാർക്കിന്റെ ജോലി ഒരു സർക്കാർ ഓഫീസിൽ കിട്ടിയാൽ പോലും പിന്നീട് SNDP യോഗത്തിൽ പ്രവർത്തിക്കാൻ വരാൻ മടി കാണിക്കുന്ന, അല്ലെങ്കിൽ തനിക്ക് അറിയാവുന്ന 4 അക്ഷരം ഇവിടുത്തെ കുട്ടികളെ വിളിച്ചിരുത്തി പറഞ്ഞു കൊടുക്കാൻ മടി കാണിക്കുന്ന, അല്ലെങ്കിൽ തന്റെ ചുറ്റുവട്ടത്തുള്ള സാധുക്കളായ ജനങ്ങളെ സഹായിക്കുന്നതിന് ഏതെങ്കിലും ഒരു കർമ്മപദ്ധതി ആവിഷ്കരിച്ച് ആ കൂടെ നിന്ന് അത് ചെയ്യാൻ മടി കാണിക്കുന്ന എത്രയോ ചെറുപ്പക്കാർ, എത്രയോ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അല്ലെങ്കിൽ ഏകദേശം അങ്ങനെ ഉദ്യോഗങ്ങളിലിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെയൊക്കെ തന്നെയാണ്. അതിൽ നിന്ന് മാറി നിൽക്കും. ചോദിച്ചാൽ എനിക്ക് ഒട്ടും സമയമില്ല, അതുകൊണ്ടാ എനിക്ക് ഒട്ടും സമയമില്ല എന്നിങ്ങനെ പല്ലവി പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ ഡോക്ടറെ ഓർക്കണം, അദ്ദേഹത്തിന് ഇങ്ങനെ മാറി നിൽക്കാമായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഇത്രയും ശമ്പളമുള്ള ഉന്നത ഉദ്യോഗസ്ഥനാണ്. തലപ്പാവുണ്ട് അദ്ദേഹത്തിന്റെ സെറിമോണിയൽ ഡ്രസ് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ വേഷം. ആ സെറിമോണിയൽ ഡ്രസ് എന്ന് പറയുന്നത് തലപ്പാവുണ്ട്, വലിയ ലോങ് കോട്ട്, അത് കഴിഞ്ഞാൽ പാൻസ്, വലിയ ഷൂസ്, അഥവാ ഇങ്ങനെ ഇതിന്റെ ഫ്രണ്ട് അഗ്രം വളഞ്ഞ രാജാവൊക്കെ ഇടുന്ന സൈസ് ഷൂസ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ സെറിമോണിയൽ ഡ്രസ്സിന്റെ ഭാഗമായിരുന്നു. SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാര്, അതിന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അദ്ദേഹത്തിന് ഗൺമാൻമാരായി എപ്പോഴും ഉണ്ടാവും ബംഗ്ലാവിൽ. അദ്ദേഹത്തിന് കൊടുത്തിരുന്നത് ക്വാർട്ടേഴ്സ് അല്ല, ബംഗ്ലാവാണ്. ഡോക്ടർ പൽപുവിന്റെ ബംഗ്ലാവ് എന്നാണ് പറയുക. അപ്പൊ അത്രയും ഉന്നത സ്ഥാനത്തിരിക്കുക. അന്നേരമാണ് ഇവിടെ വന്ന് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഡോക്ടർ പൽപുവിന്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നു ഒരു ദൈവസങ്കല്പം ഉണ്ടായിരുന്നെങ്കിൽ അത് ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണ്. അത് അദ്ദേഹത്തോട് ആരും ചോദിച്ചിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ നിന്ന് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവനോട് അത്ര ഭക്തിയും വിശ്വാസവുമായിരുന്നു. എപ്പോൾ ഡോക്ടർ പൽപു അവധിക്ക് തിരുവിതാംകൂറിൽ വന്നാലും ഗുരുദേവനെ പോയി കാണും. ഒരു ദിവസം ഒരു സന്ദർഭത്തിൽ ഉണ്ടായ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. അങ്ങനെ പോകുമ്പോൾ ഈ മക്കള് ഗുരുദേവനെ കാണാൻ പോകുന്ന കൂട്ടത്തിൽ, ഡോക്ടർ പൽപുവിന്റെ കൂട്ടത്തിൽ മക്കളും ഉണ്ടാവും, സഹധർമ്മിണിയും ഉണ്ടാവും. എല്ലാവരും അടുത്ത് ചെന്ന് ഗുരുവിന്റെ കാലിൽ തൊട്ട് വന്ദിക്കും. അപ്പം നടരാജ ഗുരുസ്വാമി, പിൽക്കാലത്ത് നടരാജ ഗുരുസ്വാമിയായ നടരാജൻ അല്പം 6-7 വയസ്സായ കാലത്ത് ഡോക്ടർ പൽപു ഗുരുദേവന്റെ അടുക്കൽ കൊണ്ടുവന്ന് കാലിൽ തൊട്ട് തൊഴിക്കാൻ നോക്കിയപ്പോഴത്തേനും അദ്ദേഹം ഈ നടരാജൻ ഒരുമാതിരി മസിൽ പിടിച്ച് പുറകോട്ട് മാറി നിന്ന് തൊഴാതെ. ഡോക്ടർ പൽപു നിർബന്ധിച്ച് തൊഴാൻ പറഞ്ഞു. ഉടനെ ഗുരുദേവൻ വിലക്കി, വേണ്ട, അവൻ കുഞ്ഞല്ലേ, വളർന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അതൊക്കെ ചെയ്തോളും എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ഗുരുവിന്റെ ആ വാക്കുകള് അന്വർത്ഥമായി എന്ന് വേണമെങ്കിൽ പറയാം. പിൽക്കാലത്ത് ഗുരുവിന്റെ പാദത്തിൽ നടരാജ ഗുരുസ്വാമി തന്റെ ജീവിതം സമർപ്പിക്കുക ചെയ്തത്. അന്ന് തൊട്ട് തൊഴുതില്ലെങ്കിൽ, പക്ഷെ പിൽക്കാലത്ത് അറിവ് നേടിയപ്പോൾ ഗുരുദേവന്റെ പാദത്തിൽ തന്റെ ജീവിതം സമർപ്പിച്ചു നടരാജ ഗുരു. അങ്ങനെയാണ് നടരാജ ഗുരുസ്വാമി ആയതുമൊക്കെ. ബാക്കി സർവ്വ സുഖ സൗകര്യങ്ങളും പരിത്യജിച്ചുകൊണ്ട് ഗുരുവിന്റെ സേവനം ഇറങ്ങി. ഇതെനിക്ക് തോന്നുന്ന അച്ഛനിൽ നിന്ന് കിട്ടിയ പാരമ്പര്യമായിരിക്കും. ഡോക്ടർ പൽപു എന്ന നടരാജ ഗുരുസ്വാമിയുടെ അച്ഛൻ ഇതേ പാരമ്പര്യം പിന്തുടർന്നയാളാണ്. ഗുരുവിന്റെ വാക്കുകളെ തിരുവാക്കുകളായിട്ടാണ് കണ്ടിരുന്നത്. തിരുവാക്കുകൾക്ക് എതിർവാക്ക് ഡോക്ടർ പൽപു ഒരിക്കലും പറയുമായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡോക്ടറുടെ ഈ തരത്തിലുള്ള ചിന്ത, എങ്ങനെ ഈഴവ സമുദായത്തെ ഒന്ന് സമുദ്ധരിക്കാം, മറ്റു പിന്നോക്ക സമുദായങ്ങളെ എങ്ങനെ സമുദ്ധരിക്കാം, അതിന് എന്തൊക്കെ കർമ്മ പരിപാടികൾ ആവിഷ്കരിക്കണം, ഇതെല്ലാം ഡോക്ടറുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും.
മൈസൂരിൽ താമസിക്കുന്ന കാലഘട്ടത്തിലെല്ലാം ഇംഗ്ലീഷ് പത്രങ്ങളിൽ, മദ്രാസിൽ നിന്നാണ് അന്ന് മെയിൻ ആയിട്ടുള്ള ഇംഗ്ലീഷ് പത്രങ്ങൾ ഇറങ്ങുന്നത്. അതൊക്കെ ലേഖനങ്ങൾ എഴുതും, ഇംഗ്ലീഷ് ലേഖനങ്ങൾ. അങ്ങനെ എഴുതിയ ലേഖനങ്ങളെല്ലാം കൂടെ സമാഹരിച്ചുകൊണ്ടൊരു പുസ്തകം അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ട്രീറ്റ്മെന്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ എന്നാണ് ആ ഇംഗ്ലീഷിൽ അത് പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന് കൊടുത്തിരുന്ന ഹെഡിങ് അല്ലെങ്കിൽ പേര്. മലയാളത്തിൽ അത് മൊഴിമാറ്റം നടത്തി ആളുകൾ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തിരുവിതാംകോട്ടെ ഈഴവർ എന്നാണ് അതിനന്ന് കൊടുത്തിരുന്ന പേര്. അപ്പൊ അങ്ങനെ ട്രീറ്റ്മെന്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ എന്ന പുസ്തകം ഡോക്ടർ പൽപ്പുവിന്റെ പല കാലങ്ങളിലെ അദ്ദേഹം എഴുതിയ ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ്. അതിൽ പിന്നോക്ക അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ അത് പരിഹരിക്കാൻ ഗവൺമെന്റ് സ്വീകരിക്കേണ്ട മാർഗങ്ങളെ ഒക്കെ തരത്തിലുള്ളതായിരുന്നു. ഞാൻ വരുന്നത് അതിന്റെ ഫലമായിട്ട് യഥാർത്ഥത്തിൽ എവിടെയൊക്കെ അവസരം കിട്ടുമ്പോഴും ഈ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കാൻ അദ്ദേഹം അവസരം ഉപയോഗിക്കുമായിരുന്നു. അതിന്റെ ഒരു ഉദാഹരണം 1891 മലയാളി മെമ്മോറിയൽ എന്ന ഒരു ഭീമഹർജി, തിരുവിതാംകൂറിലെ ആദ്യത്തെ ഭീമഹർജി അതാണ് മഹാരാജാവിന് സമർപ്പിക്കപ്പെടുന്നത്. ഈ ഭീമഹർജി സമർപ്പിക്കുന്നത് GP പിള്ളയും പരമേശ്വര മേനോനും ഒക്കെ കൂടെ ചേർന്നാണ്. ഈ 1891 KP ശങ്കരമേനോൻ, പരമേശ്വര മേനോനല്ല, KP ശങ്കരമേനോനും GP പിള്ളയും ഈ ഭീമഹർജി തയ്യാറാക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടക്കുമ്പോൾ ഡോക്ടർ പൽപ്പു അതിലിടപെടുകയും ഞാൻ കൂടി ഇതിൽ സഹകരിക്കാം, പൈസയും തന്ന് സഹകരിക്കാം, പക്ഷെ എന്റെ സമുദായത്തെ കുറിച്ച് കൂടി അതിൽ രേഖപ്പെടുത്താൻ അനുവാദം വേണമെന്ന് പറഞ്ഞു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയും, നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യും? സ്വന്തം സമുദായത്തിന്റെ കൂടി ആവലാതി ബോധിപ്പിക്കാൻ അല്ലെങ്കിൽ പരിതാപകരമായ അവസ്ഥ പറയാൻ ഉള്ള ഒരു അവസരം തരുവാണെങ്കിൽ ഞാനും ഇതിൽ സഹകരിക്കാമെന്ന് പറഞ്ഞ് സമർന്ന സമുദായം അവരുടെ ഉദ്യോഗലബ്ധിക്കും അവരുടെ അവസര ലഭ്യതയ്ക്കും വേണ്ടി നടത്തുന്ന ഒരു സമരത്തിന്റെ ഭാഗമായുള്ള നിവേദനത്തിൽ ഒപ്പിടാൻ കൂടി തയ്യാറാവുകയും അവരോടൊപ്പം അത് ചർച്ച ചെയ്യുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ട് മലയാളി മെമ്മോറിയലിലെ 3-ാം പേരുകാരനായി ഒപ്പിട്ടിരിക്കുന്ന ഡോക്ടർ പൽപ്പുവാണ്. 10,037 പേര് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്ന ആ ഭീമഹർജിയിൽ ഈഴവ സമുദായത്തെക്കുറിച്ച് ഒരു ഖണ്ഡിക ചേർത്തിട്ടുണ്ട്. അതിങ്ങനെയാണ് ആരംഭിക്കുന്നത്. ഇതിനേക്കാൾ ഏറെ കഷ്ടതരം എന്ന് പറയേണ്ടത് തിരുവിതാംകൂറിൽ 5 രൂപയോ അതിൽ കൂടുതലോ ശമ്പളം പറ്റുന്ന ഒരു ഈഴവൻ പോലും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ പോകും അതിനകത്ത് പരാമർശം. ഇതിന്റെ അർത്ഥം ഈ സമുദായത്തിൽപ്പെട്ട വിദ്യാസമ്പന്നരായ ആളുകൾ തിരുവിതാംകൂറിൽ ഇല്ല എന്നല്ല, തിരുവിതാംകൂറിൽ നിലനിൽക്കുന്ന ജാതി ആചാരങ്ങൾ ഇവർക്ക് ജോലി കൊടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ഇവരുടെ കാര്യം സത്വര ശ്രദ്ധയോടെ മഹാരാജാവ് പരിഗണിക്കപ്പെടേണ്ടതാണ് എന്ന് അർത്ഥം വരുന്ന തരത്തിൽ ആണ് ഈ മലയാളി മെമ്മോറിയലിൽ ഈഴവ സമുദായത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. പക്ഷെ ഈ പരാമർശങ്ങൾ കൊണ്ടൊന്നും ഒരു ഗുണവും കിട്ടിയില്ല. അതിന് മറുപടിയായി മഹാരാജാവ് ദിവാൻ മുഖാന്തരം കൊടുത്ത മറുപടിയിൽ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്: ഈ ഭീമഹർജിയിൽ ആകർഷിച്ച് ചേർത്തിരിക്കുന്ന ഈഴവരെ സംബന്ധിച്ച് പറയുമ്പോൾ അവര് സർക്കാർ ഉദ്യോഗങ്ങളെക്കാൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നത് അവരുടെ കുലത്തൊഴിലുകളായ കയറ് വിരിപ്പ്, നെയ്ത്ത്, ചെത്ത്, കൃഷി തുടങ്ങിയ കാര്യങ്ങൾക്കാണ് എന്ന് മാത്രമല്ല, അവരിൽ യൂണിവേഴ്സിറ്റി പരീക്ഷ പാസ്സായവരും യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് പഠിക്കുന്നവരും ഉന്നത വിദ്യാഭ്യാസം നേടിയവരുമായ ആളുകൾ 2-3 അതിൽ കുറവേ ഉള്ളൂ. അതിൽ കവിഞ്ഞ് ആരും തന്നെ ഈ രംഗത്തേക്ക് ഉയർത്തപ്പെട്ടവരുമല്ല. എന്ന് മാത്രമല്ല, അവർ പറഞ്ഞിരിക്കുന്ന തരത്തിൽ മലബാറിലുള്ള അവരുടെ സഹോദരന്മാരെ പോലെയല്ല തിരുവിതാംകൂറിൽ ഈ സമുദായത്തിന്റെ സഹോദര സമുദായങ്ങളായ സവർണ സമുദായങ്ങൾക്ക് ജാതി ആചാരവും അതുപോലെ തന്നെ അയിത്തവും തീണ്ടലും തൊടിയിലുമൊക്കെ വളരെ കൂടുതലായി കർക്കശമായി പാലിക്കപ്പെടുന്ന സ്ഥിതി ഉള്ളതുകൊണ്ട് ഇവരെ ആരെയെങ്കിലും ജോലിക്കെടുത്താൽ അത് സവർണ സമുദായങ്ങളുടെ വിരോധത്തിനും അവരുടെ എതിർപ്പിനുമെല്ലാം മഹാരാജാവ് പാത്രീഭവിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ഭരണം പാത്രീഭവിക്കേണ്ടി വരുന്ന സ്ഥിതി ഉണ്ടാകും എന്നതുകൊണ്ടും രാജാവ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനെയാണ് മറുപടി. ഒന്ന് ആലോചിച്ച്. ഇപ്പൊ അതിൽ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇവിടുത്തെ സവർണ മേധാവികൾ പിണങ്ങും ഈഴവർക്ക് ജോലി കൊടുത്താൽ. ഇതാണ് അതിന് കിട്ടിയ ഇൻട്രാസ് മറുപടി എന്ന് പറയുന്നത്. ഡോക്ടർ പൽപ്പു അവിടെ അടങ്ങിയിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്.
സാധാരണ നമ്മളൊക്കെയാണ് പിന്മാറും, ഇനി രക്ഷയില്ല, ഇതുകൊണ്ടൊന്നും കാര്യമില്ല. പക്ഷെ ഡോക്ടർ പൽപു ഒറ്റയ്ക്ക് മൈസൂരിൽ നിന്ന് അവധിയെടുത്ത് ഇവിടെ വന്ന് ഈഴവ സമുദായ അംഗങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി ഈ തിരുവിതാംകൂറിൽ നിന്ന് സഞ്ചാരയോഗ്യമായ റോഡുകൾ കുറവായിരിക്കെ റോഡുകളിലൂടെ സഞ്ചരിക്കണമെങ്കിൽ ആവശ്യമായ വാഹനങ്ങൾ ലഭ്യമല്ലാതിരിക്കെ കാൽനടയായി സഞ്ചരിച്ചും ആളുകളെയൊക്കെ സംഘടിപ്പിച്ച് 13,176 ആളുകളുടെ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് ഒരു ഭീമഗർജി മഹാരാജാവിന് സമർപ്പിച്ചു. ഞാൻ പറയുന്നത് ഈ ഒരൊറ്റ ഭീമഗർജിയുടെ പിന്നിലുള്ള ഡോക്ടർ പൽപുവിന്റെ അധ്വാനത്തെ മാത്രം വിലയിരുത്തിയാൽ ഡോക്ടർ പൽപുവിനെ നമ്മള് പാദ നമസ്കാരം ചെയ്യാതിരിക്കുകയില്ല. കാരണം അത്രമാത്രം അധ്വാനമാണ് അതിന്റെ പിന്നിൽ. നമുക്ക് ആർക്കും സങ്കല്പിക്കാൻ കഴിയില്ല. ഇപ്പൊ നമ്മളിൽ ആരോടെങ്കിലും ഒരു 100 പേരുടെ ഒപ്പ് ശേഖരിച്ച് കൊണ്ടുത്തരണം, ഇതുപോലൊരു ആവശ്യത്തിന് ഒരു നിവേദനം കൊടുക്കാനാന്ന് പറഞ്ഞാൽ 100 പേരുടെ ഒപ്പ് വാങ്ങിക്കുന്നതിൽ പോലും നമ്മൾ വൈമനസ്യം കാണിക്കും. നമ്മുടെ 1-2 സുഹൃത്തുക്കളുടെയോ നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളുടെയോ ഒക്കെ ഒപ്പ് വേണേൽ മേടിക്കും. ബാക്കി 100 പേരുടെ മേടിക്കാനൊന്ന് ഇറങ്ങിപ്പോകാനോ, പ്രത്യേകിച്ച് ഈ വെയിലുള്ള സമയത്ത് ചൂട് കാരണം ആരും തയ്യാറാവുകയില്ല. അപ്പൊ അത്രയാണ് സമൂഹത്തിന്റെ ഇന്നത്തെ പോലും സ്ഥിതിയെങ്കിൽ അന്ന് ഈ 13,176 ഒപ്പ് മേടിക്കാൻ ഡോക്ടർ പൽപു അനുഭവിച്ച ത്യാഗം നമ്മൾ മനസ്സിലൊന്ന് കണ്ടേ. ഇതുപോലെ ആരെങ്കിലും ചെയ്യുമോ? അങ്ങനെ 13,176 പേരുടെ ഒപ്പിട്ട് ഈഴവ മെമ്മോറിയൽ 1896 മഹാരാജാവിന് ഡോക്ടർ പൽപു സമർപ്പിച്ചു. ഓർക്കുക, ഒരു സംഘടനയുടെ പിൻബലവുമില്ല. അന്ന് ഇതിനു വേണ്ടി ഒരു സംഘടന രൂപീകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു, പരാജയപ്പെട്ടു പോയി. ആ സംഘടനയുടെ പേര് ഈഴവ മഹാജന സഭ എന്നായിരുന്നു. ആരും സഹകരിച്ചില്ല എന്ന് മാത്രമല്ല, പലരും ഒപ്പിടാൻ വൈമനസ്യം കാണിച്ചു. ഇങ്ങനെ ഒപ്പിട്ട് മഹാരാജാവിന് നിവേദനം കൊടുത്താൽ രാജകോപത്തിന് ഇരയാകുമെന്നും ഉള്ള കടപ്പാടം പോലും നഷ്ടപ്പെടുമെന്നും ഈ തിരുവിതാംകൂറിൽ നിന്ന് നാട് കടത്തപ്പെടുമെന്നും ഒക്കെയുള്ള പ്രചരണങ്ങൾ ധാരാളമായി അന്ന് അഴിച്ചുവിട്ടു ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകൾ. അതിനെ ഒന്നും വകവയ്ക്കാതെ അതിനെയെല്ലാം തൃണവൽഗണിച്ചുകൊണ്ടാണ് ഡോക്ടർ പൽപു ആ കൃത്യം നിർവഹിച്ചത്. നമ്മൾ അറിയണം. അങ്ങനെ 1896 ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച് അതിനും മറുപടി ലഭിച്ചതിൽ ആശാവഹമായ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ, അല്ലെ ഉദ്യോഗത്തിന് സംവരണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇനി എന്ത് ചെയ്യും എന്ന് ഡോക്ടർ പൽപു ഒരുപക്ഷെ മനസ്സാ വിഷമിച്ചിട്ടുണ്ടാവും. ആ കാലഘട്ടത്തിലൊക്കെ പലരുമായി ഡോക്ടർ പൽപു ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. ഈ ചർച്ചയുടെ ഫലമായി മൈസൂരിൽ അന്ന് സന്ദർശനം നടത്തിയ വിവേകാനന്ദ സ്വാമിയായിട്ട് ഡോക്ടർ പൽപു ഇത്തരം കാര്യങ്ങൾ ആശയവിനിമയം ചെയ്തു. അങ്ങനെ വിവേകാനന്ദ സ്വാമിയാണ് ഡോക്ടർ പൽപുവിനോട് നിങ്ങളുടെ തന്നെ രാജ്യത്തുള്ള ഒരു ആത്മീയ ആചാര്യനെ പോയി കണ്ടുപിടിച്ച് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ആത്മീയ സംഘടന ഉണ്ടാക്കി പ്രവർത്തിച്ചാൽ മാത്രമേ വിജയിക്കാൻ കഴിയുള്ളൂ എന്ന് ഉപദേശിച്ചത്. അങ്ങനെ ഡോക്ടർ പൽപു ഇവിടെ വന്ന് അരുവിപ്പുറത്ത് ഒതുങ്ങി കഴിഞ്ഞുകൂടിയിരുന്ന, ആരോരും അറിയാത്ത തരത്തിൽ ഒതുങ്ങിയിരുന്ന ശ്രീനാരായണ ഗുരുദേവനെ കണ്ടുപിടിച്ച് ഈ സംഘടനയ്ക്ക്, അഥവാ SNDPO എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. അങ്ങനെ ശ്രീനാരായണ ഗുരുദേവനെ പോലും സമൂഹ മധ്യത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നതിൽ ഡോക്ടർ പൽപു നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ധാരാളമുണ്ട്. ദയവേത് നമ്മൾ അങ്ങനെ പറയരുത്. ഡോക്ടർ പൽപുവിനോടുള്ള എല്ലാ ആദരവും എല്ലാ ബഹുമാനവും 100% ഞാൻ നിലനിർത്തിക്കൊണ്ട് ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, SNDPO ഉണ്ടാകുന്നതിന് വിവേകാനന്ദ സ്വാമിയുടെ ഉപദേശമല്ല കാരണമായി. കാരണം അന്ന് മൈസൂരിൽ സന്ദർശനം നടത്തിയ വിവേകാനന്ദ സ്വാമിയുമായിട്ട് ഡോക്ടർ പൽപു ചർച്ച നടത്തുമ്പോൾ സ്പിരിച്വലൈസ് ആൻഡ് ഇൻഡസ്ട്രിയലൈസ് ദ മാസ് എന്ന് മാത്രമാണ് വിവേകാനന്ദ സ്വാമി ഡോക്ടറോട് പറഞ്ഞത്. ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള സന്യാസിയെ കണ്ടുപിടിച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഇതിന് പ്രൂഫുണ്ട്, ഡോക്ടർ പൽപുവിന്റെ ജീവചരിത്രത്തിന്റെ മുഖവരയിൽ ഇത് ചേർത്തിട്ടുണ്ട്. സ്പിരിച്വലൈസ് ആൻഡ് ഇൻഡസ്ട്രിയലൈസ് ദ മാസ് എന്ന് പറഞ്ഞാൽ ആത്മീയവൽക്കരിക്കുകയും വ്യവസായവൽക്കരിക്കുകയും ചെയ്യുക. അതിലൂടെ ഒരു സമുദായം പുരോഗമിക്കുകയുള്ളൂ. രണ്ടും ശരിയാണ്. അത് വിവേകാനന്ദ സ്വാമി പറയുന്നതിന് മുമ്പ് ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ നടപ്പിലാക്കി കഴിഞ്ഞതാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക, വ്യവസായം കൊണ്ട് അഭിവൃദ്ധി നേടുക എന്നീ 3 നിർദ്ദേശങ്ങളും ശ്രീനാരായണ ഗുരുദേവൻ അതിന് എത്രയോ വർഷം മുമ്പ് ഇവിടെ നൽകിയിരുന്നു. നമ്മൾ മനസ്സിലാക്കണം. അപ്പം അത് അങ്ങ് സ്വീകരിച്ചുകൊണ്ട് ഡോക്ടർ പൽപു ഇവിടെ തിരുവിതാംകൂറിൽ വന്ന് സ്വാമിയെ കണ്ടുപിടിച്ചു.
അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കി എന്നത് ഒരു കാരണവശാലും ശരിയല്ല. മറിച്ച് ശ്രീനാരായണ ഗുരുദേവൻ ആണ് SNDPO സ്ഥാപിച്ചത് എന്നതിനും ഡോക്ടർ പൽപു തന്നെ സാക്ഷ്യം പറയുന്നുണ്ട്. കാരണം ഡോക്ടർ പൽപു SNDPO-ത്തിന്റെ 3ാമത് വാർഷികത്തിൽ നടത്തിയ പ്രസംഗത്തിൽ അതിന്റെ പ്രസക്ത ഭാഗം ഞാനൊന്ന് വായിക്കാം. ഇങ്ങനെയാണ് പറയുന്നത്: യോഗം രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിന് ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് മുതൽ യോഗത്തിന്റെ പ്രവർത്തനങ്ങൾ ചിലത് ആരംഭിച്ചിരുന്നു. ശ്രദ്ധിക്കണം, യോഗം രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിന് ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ യോഗത്തിന്റെ പ്രവൃത്തികൾ ചിലത് ആരംഭിച്ചിരുന്നു. എന്നാൽ ആരംഭം മുതൽക്കേ സ്വാമി തന്നെയായിരുന്നു ഇതിന്റെ നേതൃത്വം വഹിച്ചിരുന്നത്. വിദ്യാഭ്യാസ വിഷയത്തിൽ താണനിലയിൽ നിൽക്കുന്ന ഈ സമുദായത്തിന്റെ ഉദ്യമത്തിൽ വല്ല വിജയവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മാഹാത്മ്യത്താലും അനുഗ്രഹത്താലും ഉണ്ടായിട്ടുള്ളതും ആവുന്നു. ഓർക്കണം, അദ്ദേഹം എന്ന് സംബോധന ചെയ്തിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവനെയാണ്. കാരണം ഡോക്ടർ പൽപു ശ്രീനാരായണ ഗുരുദേവൻ തമ്മിൽ 5-8 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ ഡോക്ടർ പൽപു 3ാമത് വാർഷിക യോഗത്തിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നതാണത്. അപ്പൊ SNDPO ആരംഭിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശ്രീനാരായണ ഗുരുദേവൻ അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. ശ്രീനാരായണ ഗുരുദേവനിൽ തന്നെയാണ് അതിന്റെ നേതൃത്വം എന്ന് ഡോക്ടർ പൽപുവും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ സംഭവത്തിൽ ഡോക്ടർ പൽപുവിന്റെ പങ്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ഡോക്ടർ പൽപുവിനോട് ശ്രീനാരായണ ഗുരുദേവൻ നിർദ്ദേശിച്ച പ്രകാരം മാത്രമാണ് ഈ സംഘടന ഉണ്ടാക്കാൻ ഡോക്ടർ പൽപു മുന്നിട്ടിറങ്ങിയതെന്നതിന്റെ തെളിവുകൾ ധാരാളമുണ്ട്. കാരണം 1902 ഡിസംബർ മാസത്തിൽ അവധിക്ക് വന്ന ഡോക്ടർ പൽപുവിനോട് അരുവിപ്പുറത്ത് ചെന്ന് പാദനമസ്കാരം ചെയ്ത് മാറി നിൽക്കുമ്പോൾ ഗുരുദേവൻ ഇപ്രകാരം പറഞ്ഞു: ഡോക്ടറോട് ഈ പ്രാവശ്യം നമുക്കൊരു കാര്യം ഉണർത്തിക്കുവാനുണ്ട്. എഴുതി നിൽക്കുന്നു. അപ്പോൾ പറയുകയാണ്, ഡോക്ടർ, ഇവിടെ അരുവിപ്പുറം ക്ഷേത്രയോഗം എന്ന ഒരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. ഡോക്ടർക്ക് അറിവുണ്ടല്ലോ. ഈ കുമാരനാണ് അതിന്റെ കാര്യദർശി. പക്ഷെ ഇത് ഇവിടുത്തെ ആണ്ടോടാണ്ട് ഉത്സവം നടത്തുകയും ഇവിടെ ബലിയിടാൻ വരുന്ന ആളുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ഭക്തജനങ്ങൾക്ക് തീർത്ഥവും പ്രസാദവും ഒക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ക്ഷേത്രകാര്യങ്ങളിൽ പരിമിതപ്പെട്ട് നിൽക്കുകയാണ്. അത് പോരാ ഡോക്ടറെ, ഇതൊരു വലിയ സംഘടനയായി മാറണം. പൊതുജനത്തിന് ഉപകാരപ്രദമായ തരത്തിൽ ഒരു വലിയ സംഘടനയാക്കി നമുക്ക് ഈ അരുവിപ്പുറം ക്ഷേത്രയോഗത്തെ മാറ്റേണ്ടതുണ്ട്. അതെങ്ങനെ ചെയ്യണം, എന്തായിരിക്കണം അതിന്റെ ഘടന തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ നാം ഡോക്ടറെ ചുമതലപ്പെടുത്തുകയാണ്. ഡോക്ടർ ആവശ്യമായ കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനമെടുത്ത് നമ്മെ അറിയിച്ചാൽ മതി. ഇതാണ് ഗുരുദേവൻ ഡോക്ടറോട് പറഞ്ഞതോ. ഗുരുവിന്റെ ഈ വാക്കുകൾ ശിരസാ വഹിച്ചുകൊണ്ട് ഡോക്ടർ പൽപു കുമാരനാശാനുമായിട്ട് ഇത് സംബന്ധിച്ച് ആലോചന നടത്തി. ഇതിനിടയ്ക്ക് നാം മനസ്സിലാക്കേണ്ടത്, ഈ 1902 ആയപ്പോഴേക്കും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മദ്രാസിലും മൈസൂരിലും കൽക്കട്ടയിലും ഒക്കെ 5 വർഷത്തെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി മിടുക്കനായി ലോകപരിചയം നേടി ലോകത്തിന്റെ വികസന പ്രക്രിയ എങ്ങനെയാണ് നിർവഹിക്കപ്പെടേണ്ടത്, അവിടെ കേരള സമൂഹത്തിന്റെ പങ്ക് എന്താണ്, കേരളത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രസക്തി എന്താണ്, ഇതെല്ലാം പഠിച്ച വ്യക്തിയായി വെറും 29-30കാരനായ കുമാരനാശാൻ ചെറുപ്പത്തിന്റെ എല്ലാ കഴിവുകളും പ്രകടിപ്പിക്കാൻ പറ്റുന്ന പ്രായത്തിൽ അരുവിപ്പുറത്ത് വന്നു ചേരുകയും 1900-ലാണ് അരുവിപ്പുറത്ത് തിരിച്ചു വരുന്നത്. ഗുരുദേവൻ നിർദ്ദേശിച്ച പ്രകാരം അരുവിപ്പുറം ക്ഷേത്രയോഗത്തിന്റെ കാര്യദർശിയായി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഡോക്ടർ പൽപു കുമാരനെ വിളിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതിന് പ്രകാരം ആ ഡിസംബർ മാസം അവസാനം തന്നെ ഇതിനെ സംബന്ധിച്ച് ഒരു ആലോചനാ യോഗം നടക്കുകയുണ്ടായി. ഈ ആലോചനാ യോഗം തിരുവനന്തപുരത്ത് വെച്ചാണ് നടത്തിയത്. ഡോക്ടർ പറഞ്ഞു, അരുവിപ്പുറത്തേക്ക് ആളുകളെ വിളിച്ചാൽ വന്നു കൂടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, വഴി സഞ്ചാരയോഗ്യമായ ഒരു വഴിയില്ല, വാഹന സൗകര്യമില്ല, അതുകൊണ്ട് നമുക്ക് തിരുവനന്തപുരത്ത് കൂടാം. എൻ്റെ ചിറ്റപ്പന്റെ വീട് തിരുവനന്തപുരത്ത് കുന്നുകുഴിയിൽ ഉണ്ട്. കുന്നുകുഴിയിൽ കമലാലയം ബംഗ്ലാവ്, ഇത് ഡോക്ടർ പൽപുവിന്റെ ചിറ്റപ്പന്റെ വീടാണ്, നമുക്ക് അവിടെ വെച്ച് നടത്താം എന്ന് പറഞ്ഞ് അവിടെ വെച്ചൊരു ആലോചനാ യോഗം നടത്തി. ആ ആലോചനാ യോഗത്തിലാണ് SNDP യോഗം എന്ന പ്രസ്ഥാനം രൂപീകരിക്കുന്നത് സംബന്ധിച്ച പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ട് അവസാനം ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്ന പേര് പോലും ചോക്കൗട്ട് ചെയ്യുന്നത്, അതിനാവശ്യമായ ഭരണഘടനയുടെ കരട് രൂപരേഖ തയ്യാറാക്കുന്നതൊക്കെ ആലോചന യോഗത്തിലാണ്. ഇതെല്ലാം കഴിഞ്ഞ് 1903 ജനുവരി മാസം, അപ്പൊ ഡിസംബർ കഴിഞ്ഞ് ജനുവരിയായി. ജനുവരി മാസം 7-ാം തീയതി അരുവിപ്പുറത്ത് ഡോക്ടർ പൽപും കുമാരനാശാനും രാവർകെട്ട് കൊച്ചർക്കൻ വൈദ്യനും അങ്ങനെ പ്രധാന അരുവിപ്പുറം ക്ഷേത്രയോഗത്തിന്റെ ഭാരവാഹികളുടെ എല്ലാം ഒരു യോഗം ശ്രീനാരായണ ഗുരുദേവന്റെ അധ്യക്ഷതയിൽ ചേർന്ന് ഈ ഡിസംബർ മാസത്തിൽ അവിടെ വെച്ചെടുത്ത തീരുമാനത്തെ അംഗീകരിച്ച്
ആ അരുവിപ്പുറത്തെ പ്ലാവിൻ ചുവട്ടിൽ ഗുരുദേവൻ കസേരയിട്ടിരുന്ന ചുറ്റുമാളുകൾ നിലത്ത് പാവിരിച്ചിരുന്ന ആ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് SNDP യോഗം എന്ന ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ഇന്നു മുതൽ നിലവിൽ വരുന്നു എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ ഗുരുവിന്റെ അനുഗ്രഹത്തോടെ 1903 ജനുവരി മാസം 7-ാം തീയതിയാണ് ഈ കരട് ബൈലോയും അതിന്റെ പ്രവർത്തന രീതിയും ഒക്കെ വായിച്ച് അംഗീകരിച്ച് SNDP യോഗം എന്ന സംഘടനയ്ക്ക് ഔദ്യോഗികമായ തീരുമാനവും പ്രഖ്യാപനവും ഉണ്ടാകുന്നതും അതിനാവശ്യമായ അനുഗ്രഹം ശ്രീനാരായണ ഗുരുദേവനിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. എന്നാൽ നമ്മൾ പറയുമ്പോൾ SNDP യോഗത്തിന് അത് ഒരു ടെക്നിക്കൽ ടേംസിന്റെ തലത്തിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സാങ്കേതികമായ തലത്തിൽ നിന്നുകൊണ്ട് വിലയിരുത്തിയാൽ ഏതൊരു സംഘടനയും നിലവിൽ വരുന്ന രജിസ്ട്രേഷൻ കിട്ടുമ്പോഴാണ് എന്ന് പറയാം. അങ്ങനെ നോക്കിയാൽ SNDP യോഗത്തിന്റെ രജിസ്ട്രേഷൻ കിട്ടിയത് 1903 മെയ് മാസം 15-ാം തീയതി മാത്രമാണ്. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് പലരും, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെ, SNDP യോഗം സ്ഥാപിച്ചത് സംബന്ധിച്ച് പറയുമ്പോൾ ഈ 2 ഡേറ്റും റെഫർ ചെയ്യും. അതിന് മുഖ്യ സ്ഥാനം കൊടുക്കുന്നത് 1903 മെയ് മാസം 15-ന് ആയി മാറിയത് അങ്ങനെയാണ്. കാരണം യോഗത്തിന്റെ ആദ്യകാലം മുതലുള്ള വാർഷിക യോഗങ്ങളിലും മറ്റാഘോഷങ്ങളിലൊക്കെ SNDP യോഗത്തിന്റെ സ്ഥാപന ദിനമായി കണ്ടിരുന്നത് 1903 മെയ് മാസം 15-ആണ്. ഗുരുദേവൻ അനുഗ്രഹം നൽകി SNDP യോഗം സ്ഥാപിക്കുന്നത് യഥാർത്ഥത്തിൽ 1903 ജനുവരി മാസം 7-ാം തീയതിയാണ്. അന്ന് മുതൽ SNDP യോഗം നിലവിലുണ്ട് എന്ന് നമുക്ക് പറയാനും കഴിയും. അപ്പൊ ഈ 2 ഡേറ്റും ശ്രീനാരായണീയരെ സംബന്ധിച്ച്, SNDP യോഗത്തെ സംബന്ധിച്ച് വളരെ പ്രസക്തമായ ഡേറ്റുകളാണ്. അപ്പൊ ഇങ്ങനെയാണ് SNDP യോഗം നിലയിൽ വരുന്നത്. അപ്പൊ അന്നേരം ഡോക്ടർ പൽപു ഇതിനു വേണ്ടി എല്ലാം പ്രയത്നിച്ചിട്ട് ജനുവരി മാസം 7-ാം തീയതി തീരുമാനം എടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ അവധി തീർന്ന് തിരിച്ചു പോകേണ്ടി വന്നു. അവധി തീർന്ന് തിരിച്ചു പോയത് കൊണ്ട് കുമാരനാശാനെയും അതുപോലെ തന്നെ P പരമേശ്വരനെയും KP കയ്യാലിക്കൽ പോലുള്ള ആളുകളെയൊക്കെ ഇതിന്റെ രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങൾക്കുമായി ചുമതലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ രജിസ്ട്രേഷൻ പേപ്പർ വർക്കുകളൊക്കെ നീക്കി രാജധാനിയിൽ നിന്നാണ് രജിസ്ട്രേഷൻ കിട്ടേണ്ടത്. അത് ലൈസൻസ് വേണം. ലൈസൻസ് ദിവാനൊപ്പിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് IH പ്രിൻസ് എന്ന കമ്പനി രജിസ്ട്രാർ രജിസ്ട്രേഷൻ SNDP യോഗത്തിന് നൽകുന്നത്. അതാണ് അതിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. അങ്ങനെ രജിസ്ട്രേഷൻ കിട്ടി SNDP യോഗം പ്രവർത്തിക്കാൻ ആരംഭിച്ചു. SNDP യോഗത്തിന്റെ ഔദ്യോഗിക ഭാരവാഹികൾ എന്ന് പറയുന്നത് ഈ രജിസ്ട്രേഷന് മുമ്പ് തന്നെ അവരുടെ പേര് കൊടുക്കും. ആരൊക്കെയാണ് ആദ്യ ഭാരവാഹികൾ എന്ന് ഒരു അഡ്വോക്ക് കമ്മിറ്റി പോലെ എടുത്തുകൊണ്ട്. അപ്പൊ അങ്ങനെ അത് സംബന്ധിച്ച് ഗുരുദേവനുമായിട്ട് ചർച്ച നടത്തുമ്പോൾ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ തന്നെ ആയിരിക്കണം ഇതിന്റെ പരമ അധ്യക്ഷൻ. ശ്രീനാരായണ ഗുരുദേവന്റെ ശരീരധാരണ കാലം വരെയും അവിടുന്ന് അതിൽ നിന്ന് മാറാൻ പാടില്ല എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഡോക്ടർ പൽപു. കുമാരനാശാൻ അതിനെ പിന്തുണച്ചു. കാരണം കുമാരനാശാൻ അത്രയും പ്രാപ്തനല്ല ഗുരുവിന്റെ മുമ്പിൽ നിന്ന് അങ്ങനെ പറയാൻ പോലും. കാരണം അത്ര വിനയാന്വിതനാണ് ഗുരുവിന്റെ മുമ്പിൽ കുമാരനാശാൻ. ഡോക്ടർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി എന്താ പറയുക, പ്രായം കൊണ്ട് പക്വത കൊണ്ട് ഒക്കെ ഒരു ഉന്നതമായ സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന വ്യക്തി എന്ന നിലയിലും ഗുരുദേവനോട് അങ്ങനെ പറയാൻ കെൽപ്പുണ്ട്. ആ കെൽപ്പ് ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞു അവിടുന്ന് തന്നെ സ്വാമി തൃപ്പാദങ്ങൾ, അന്നെല്ലാവരും വിളിക്കുന്ന സ്വാമി തൃപ്പാദങ്ങളിലാണ്, തൃപ്പാദങ്ങൾ തന്നെ അതിന്റെ പ്രസിഡന്റ് ആയിരിക്കണമെന്ന് പറഞ്ഞു. ഗുരുദേവൻ മന്ദസ്മിതം തൂകി. ആ മന്ദസ്മിതം സമ്മത ലക്ഷണമാണ്. അപ്പോൾ ഗുരുദേവൻ തിരിച്ചു പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഡോക്ടർ വൈസ് പ്രസിഡന്റ് ആയിരിക്കണം. ഒരു തരത്തിൽ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ ഗുരുദേവൻ പറയുന്നത് ചെവിക്കൊള്ളുക മാത്രമേ നിവൃത്തിയുള്ളൂ. അതിനെ മറുത്തു പറയാൻ ഡോക്ടർക്ക് നാവ് പൊങ്ങുമായിരുന്നില്ല. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു സമ്മതിച്ചിരിക്കുന്നുവെന്ന്. അപ്പൊ പിന്നെ ജനറൽ സെക്രട്ടറി ആരാണ്? അതിലല്ലേ നമ്മൾ കുമാരനുള്ളത്, നമ്മുടെ ചിന്നസ്വാമി ഉള്ളത് എന്ന് ഡോക്ടർ പറഞ്ഞു. ഗുരുദേവൻ അപ്പോൾ തന്നെ കുമാരന്റെ മുഖത്തേക്ക് നോക്കി. കാരണം ഗുരു മനസ്സിൽ കണ്ടിരുന്നത് ഈ കുമാരനെ തന്നെയാണ്. ഗുരു കുമാരനെ വിട്ട് പഠിപ്പിച്ചത് ഇതിനു വേണ്ടിയാണ്. കുമാരന് ഇംഗ്ലീഷും സംസ്കൃതവും ഭംഗിയായി കൈകാര്യം ചെയ്യാൻ പഠിച്ചു കഴിയുമ്പോൾ അവനെ ഇങ്ങോട്ട് അയച്ചേക്കൂ, നാം സംരക്ഷിച്ചുകൊള്ളാം ഡോക്ടറെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടറുടെ വീട്ടിൽ കണ്ട കുമാരനാശാനെ ഗുരുദേവൻ 1895 ആക്കുന്നത് പോലും. 1900 തിരിച്ചു വന്നു. അപ്പൊ കുമാരനാശാനെ ജനറൽ സെക്രട്ടറി ആക്കണമെന്ന് മുൻകൂട്ടി തന്നെ ഗുരുദേവൻ തീരുമാനിച്ചിരുന്നു എന്നതും സത്യമാണ്. SNDP യോഗം എന്നൊരു സംഘടന ഉണ്ടായി വരുമ്പോൾ അതിന് കാര്യദർശി ആയി പ്രവർത്തിക്കാൻ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു ചെറുപ്പക്കാരൻ ഉണ്ടാവണമെന്ന് ഗുരുദേവൻ വിചാരിച്ചിരുന്നു എന്നതും സുവിദിതമാണ്. ഗുരുവിന്റെ മുൻകൂട്ടിയുള്ള തീരുമാനമാണ് ഇതിന് പിന്നിലുള്ളത്. അതുകൊണ്ടാണ് ഡോക്ടർ പൽപു അങ്ങനെ തന്നെ എഴുതിയത്. യോഗം രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിന് ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ യോഗത്തിന്റെ പ്രവൃത്തികളിൽ ചിലത് ആരംഭിച്ചിരുന്നു. എന്നാൽ ആരംഭം മുതൽക്കേ
സ്വാമി തന്നെയായിരുന്നു ഇതിന്റെ നേതൃത്വം വഹിച്ചിരുന്നത് എന്ന് ഡോക്ടർ പൽപ്പ് പ്രസംഗിക്കാൻ എഴുതാൻ കാരണം അതാണ്. ഡോക്ടർക്ക് അറിയാം അതങ്ങനെ തന്നെ ഉണ്ടായതാണ്. അപ്പൊ അവിടെ പ്രവർത്തിക്കുന്നു. പക്ഷെ ഡോക്ടർക്ക് മൈസൂരിൽ തിരക്കിട്ട ഔദ്യോഗിക ജീവിതമാണ്. ഈ തിരക്കിട്ട ഔദ്യോഗിക ജീവിതത്തിനിടയിൽ തിരുവിതാംകൂറിൽ വന്ന മുഴുവൻ സമയ പ്രവർത്തകനായി ഒരു പാർട്ട് ടൈം പ്രവർത്തകനായി പോലും നിൽക്കാൻ സമയം അനുവദിക്കുകയില്ല. അതുകൊണ്ട് ഡോക്ടർ എന്ത് ചെയ്തു? SNDP യോഗത്തിന്റെ 1ാമത് വാർഷിക യോഗം അരുവിപ്പുറത്ത് വെച്ച് ശിവരാത്രി ദിവസം 1904 ശിവരാത്രി ദിവസം നടന്നപ്പോൾ ഗുരുവിന്റെ അടുക്കൽ ചെന്ന വിനയാന്വിതനായ ഡോക്ടർ ഒരു അഭിപ്രായം പറഞ്ഞു, കൃപാദങ്ങളെ, ഈ വാർഷികത്തിൽ വെച്ച് എന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തൊന്ന് മാറ്റണം. എനിക്ക് ഇവിടെ വന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തതുകൊണ്ട് വെറുതെ ഒരു അലങ്കാരമായി ഈ സ്ഥാനം കൊണ്ട് നടക്കുന്നത് ശരിയല്ലല്ലോ. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ള ആളുകൾ നമുക്ക് ഉണ്ട്. അവരിലാരെങ്കിലും ആക്കിക്കൊണ്ട് എന്നെ ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞു. അപ്പൊ ഗുരുദേവൻ പറഞ്ഞു, ഡോക്ടർ തന്നെ നിർദ്ദേശിക്കൊരു പേര്. ഡോക്ടർ അപ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന ആളിനെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇതാ ഈ നിൽക്കുന്ന ചാവറോട്ട് കൊച്ചർക്കൻ വൈദ്യൻ വൈസ് പ്രസിഡന്റായി തുടർന്നോളൂ എന്ന് പറഞ്ഞു. ഗുരുദേവൻ അത് അംഗീകരിച്ചു. അന്നത്തെ ഏറ്റവും നല്ല ഒരു, അഥവാ ഏറ്റവും പ്രഗത്ഭൻ എന്ന് പറയാൻ കഴിയുന്ന തരത്തിൽ ഉള്ള വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ചാവറോട്ട് കൊച്ചർക്കൻ വൈദ്യൻ. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത ഉണ്ടായിരുന്നു, അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് കൊട്ടാരം വൈദ്യൻ എന്നാണ്. കൊട്ടാരം വൈദ്യൻ എന്ന് പറഞ്ഞാൽ കൊട്ടാര സദൃശമായ വീടുള്ള ഒരു വൈദ്യൻ എന്ന് ധരിച്ചു കളയരുത്. കൊട്ടാരം വൈദ്യൻ എന്ന് പറയുന്നത് ഒരു അക്രഡിറ്റേഷൻ പോലെയാണ്. രാജധാനിയിൽ പോലും കയറി അവിടെ രോഗികളുണ്ടെങ്കിൽ അവരെ ചികിത്സിക്കാനുള്ള ലൈസൻസ് ആണ് അത് യഥാർത്ഥത്തിൽ. അതൊരു ID കാർഡായിട്ട് ഈ കൊട്ടാരം വൈദ്യന്മാരിൽ ഉണ്ട്. അതെന്നാ അങ്ങനെയെന്ന് ചോദിച്ചാൽ അന്ന് തീണ്ടലും തൊടിയിലും ഉണ്ട്. സവർണ വീടുകളിലും അതുപോലെ തന്നെ രാജധാനിയിലും ഒക്കെ ചികിത്സിക്കണമെങ്കിൽ സവർണ സമുദായത്തിൽ നിന്ന് വൈദ്യശാസ്ത്രം പഠിച്ചവരെ പാടുള്ളൂ. അവർണ സമുദായത്തിൽ നിന്ന് വൈദ്യശാസ്ത്രം പഠിച്ചവർക്ക് അങ്ങനെ കയറി ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് തീണ്ടലും തൊടിയിലും നിലനിൽക്കുന്ന തിരുവിതാംകൂർ രാജ്യത്ത് അനുവദനീയമല്ല. ഇക്കാലഘട്ടത്തിൽ അതിന് വിരുദ്ധമായി പ്രഗത്ഭരായ വൈദ്യന്മാർക്ക് ജാതി നോക്കാൻ തന്നെ രാജധാനിയിലടക്കം ചികിത്സിക്കുന്നതിനുള്ള ലൈസൻസ് കൊടുത്ത ഒരു വിശാല മനസ്കത അല്ലെങ്കിൽ ഒരു മഹാമനസ്കത തിരുവിതാംകൂർ മഹാരാജാവ് അന്ന് പുലർത്തും. അതുകൊണ്ടാണ് ലൈസൻസ് കിട്ടിയത്. അങ്ങനെ വൈദ്യനായിരുന്ന ഡോക്ടർ പൽപ്പ് ചാവറോട്ട് കൊച്ചർക്കൻ വൈദ്യനെയാണ് SNDP യോഗത്തിന്റെ 2ാമത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. ഡോക്ടറുടെ നേതൃത്വത്തിൽ നടന്നിരുന്ന എത്രയോ സംരംഭങ്ങൾ SNDP യോഗമുണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് പറയാൻ സമയം അതിക്രമിക്കുന്നതുകൊണ്ട് ഡോക്ടറുടെ ഏറ്റവും വലിയ കഴിവിന്റെ ഫലമായിട്ടാണ് 2ാമത് വാർഷികയോഗം നടന്നപ്പോൾ അവിടെ വെച്ച് അഖിലേന്ത്യാ കാർഷിക വ്യവസായ പ്രദർശനം നടന്നത്. ഡോക്ടറുടെ കഴിവിന്റെ ഫലമായിട്ടാണ് SNDP യോഗത്തിന്റെ 1ാമത് വാർഷികയോഗത്തിൽ തന്നെ വനിതാ സമ്മേളനം നടന്നത്. ഡോക്ടറുടെ കഴിവിന്റെ ഫലമായിട്ടാണ് മലബാർ ഇക്കണോമിക്സ് യൂണിയൻ എന്ന് പറയുന്ന ഒരു ഫാക്ടറി മലബാറിൽ തുടങ്ങിയത്. ഡോക്ടറുടെ കർമ്മഫലമായിട്ടാണ് സഹകരണ പ്രസ്ഥാനം ഉണ്ടായത്. ഡോക്ടറുടെ കർമ്മഫലമായിട്ടാണ് ചെറുകിട കൈത്തൊഴിൽ പ്രവർത്തന മേഖലയിൽ വലിയ പുരോഗതി നേടുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ ഉണ്ടായത്. ഡോക്ടറുടെ മനസ്സിന്റെ ഫലമായിട്ടാണ് സ്വദേശി പ്രസ്ഥാനം എന്ന നിലയിൽ ഈ രാജ്യത്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെയുള്ള ആളുകൾ മേടിച്ചുപയോഗിക്കണം എന്ന ഒരു പ്രഖ്യാപനം ഡോക്ടറിൽ നിന്നുണ്ടാകുകയും ആളുകളുടെ ഇടയിൽ കുടിൽ വ്യവസായങ്ങൾ പോലെ ഓരോ സാമഗ്രികൾ ഉണ്ടാക്കി അത് അവരുടെ ഇടയിൽ തന്നെ വിറ്റഴിച്ചുകൊണ്ട് അവർക്ക് ചെറിയ രീതിയിലുള്ള പണസമ്പാദനം നടത്താൻ കഴിയുന്ന സാഹചര്യങ്ങളിലേക്ക് അത് എത്തുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് മേഖലകളിൽ ഡോക്ടറെ കുറിച്ചുള്ള പ്രവർത്തനങ്ങളുടെ അവദാനങ്ങളെ വാഴ്ത്തിക്കൊണ്ട് പറയാനുണ്ട്. എനിക്ക് സമയം എന്നെ തീരാറായി, 8:24 8:25 തീർക്കണമെന്ന് നേരെ എനിക്ക് ഒരു നിർദ്ദേശം കിട്ടിയിരുന്നു. അതുകൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയാത്ത ഈ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കാൻ നിർബന്ധിതനാവുകയാണ്. നിങ്ങൾ കൂടുതൽ ഡോക്ടറെ കുറിച്ച് മനസ്സിലാക്കാൻ പഠിക്കാൻ പഠിക്കുന്തോറും ഡോക്ടറെ കുറിച്ചുള്ള ആദരവ് മനസ്സിലേക്ക് വന്നുകൂടും. ഡോക്ടറുടെ ഒരു ഹോബി പറയുകയാണെങ്കിൽ സാധുക്കളെ സഹായിക്കുക. അതുകൊണ്ട് അത് ബാംഗ്ലൂരിൽ ഭയങ്കര തണുപ്പ് കാലത്ത് വഴിയോരങ്ങളിൽ ധാരാളം ഭിക്ഷാടകർ കിടന്നുറങ്ങുമായിരുന്നു. അവർക്കൊന്നും ഒരു പുതപ്പ് പോലും പുതയ്ക്കാനുള്ള സാമ്പത്തിക ശേഷിയോ അല്ലെങ്കിൽ അത് ലഭ്യമോ ആയിരുന്നില്ല. ഡോക്ടർ ഒന്ന് ചെയ്യുമായിരുന്ന ഒരു വലിയ സേവനം. ആരും അദ്ദേഹത്തെ പ്രശംസിക്കാനോ ഈ സാധുക്കളിൽ നിന്ന് പകരം എന്തെങ്കിലും കിട്ടുമെന്നോ പ്രതീക്ഷിച്ചല്ലോ അദ്ദേഹം അത് ചെയ്യുന്നത്. അദ്ദേഹം കമ്പിളി വസ്ത്രങ്ങൾ സ്വന്തം ശമ്പളത്തിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കും. എന്നിട്ട് അദ്ദേഹത്തോടൊപ്പം ഗവൺമെന്റ്മാരും അനുഗമിക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട്.
അവരെയൊക്കെ കൊണ്ട് ഈ കമ്പിളി വസ്ത്രം എടുപ്പിച്ചിട്ട് രാത്രി തെരുവുകളിലൂടെ നടക്കും. ആ തെരുവുകളിലൂടെ നടക്കുമ്പോൾ കമ്പിളി കളിക്കാൻ നിർത്തിയില്ലാതെ ഇറങ്ങി മൂളി രാത്രി തള്ളിക്കുന്ന ഭിക്ഷാടകരുടെ ദേഹത്തിൽ കമ്പിളി പുതപ്പിച്ചിട്ട് ആരും അറിയാതെ നടന്നു നീങ്ങുന്ന ഡോക്ടർ പൽപുവിനെ മൈസൂർ തോരങ്ങൾ വലിയ തണുപ്പ് കാലത്ത് എങ്ങും കാണുമായിരുന്നു എന്ന് ജീവചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ കഴിയുമോ? ഒരു രൂപയായിട്ട് സഹായം ചെയ്യുമ്പോൾ കൈവിറയ്ക്കുന്ന സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? ആ സമൂഹത്തിൽ നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കി ഡോക്ടറെ കാണുമ്പോൾ ആ എന്താ പറയുന്ന പർവ്വത സദൃശ്യമായ ഹിമഗിരിക്കൊപ്പം ഉയരങ്ങളിൽ നിൽക്കുന്ന ആ ഡോക്ടർ, അദ്ദേഹം കായികമായി പൊക്കം കുറഞ്ഞ ആളായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ നന്മ കൊണ്ട് ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്ന ശിരസിന്റെ ഉയർത്തിപ്പിടിച്ച ശിരസിന്റെ ഉടമയായിരുന്നു. ആ ശിരസിനെ നമുക്ക് നോക്കിക്കൊണ്ട് ആ പാദങ്ങളിൽ നമിക്കേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ എല്ലാ വിധത്തിലുള്ള പ്രണാമങ്ങളും അർപ്പിച്ചുകൊണ്ട് എല്ലാവരും ഡോക്ടറെ കൂടുതൽ പഠിക്കാൻ നിങ്ങളൊക്കെ മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം. വളരെ തീർന്നില്ലേ? സമയം തീർന്നില്ലേ? ഹലോ, തീർന്നായിരുന്നോ? പറ്റുമായിരുന്നോ? 5 മിനിറ്റ് കൂടെ ചർച്ച ലേറ്റാണ് ക്ലാസ് കയറിയത്. അയ്യോ, അതെന്നാണ് പറയുന്നത്. ഞാൻ ഇച്ചിരി പറഞ്ഞു പെട്ടെന്ന്. പറഞ്ഞ ഇനി പറയാൻ പോയാൽ ഇനി ഒരു അരമണിക്കൂർ വേണം. അരമണിക്കൂർ കിട്ടുമോ? കിട്ടുമോ? മഹാഗുരുവിന്റെ ഗൃഹശിഷ്യന്മാരിൽ പ്രധാനിയായ എളിമയുടെ ലാളിത്യത്തിന്റെ പര്യായമായ ഡോക്ടർ പൽപുവിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം ക്ലാസ്സിൽ കേട്ടുകൊണ്ടിരുന്നത്. നമ്മളുടെ മനസ്സുകളിൽ ഡോക്ടർ പൽപുവിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ജിജ്ഞാസ നിറച്ചുകൊണ്ട് വളരെ വ്യക്തമായി വളരെ മനോഹരമായാണ് സാർ നമുക്ക് ക്ലാസ് എടുക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായി നമുക്ക് അവലോകനമാണ്. ഇന്നത്തെ സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച് ഒരു അവലോകനം പറയുന്നതിനായി ശ്രീമതി സീമയെ ക്ഷണിച്ചു കൊടുക്കുന്നു. സീമ ചെങ്ങന്നൂരിൽ നിന്നുള്ള സീമ. സീമ ഓൺലൈനിലല്ലേ? ഹലോ അങ്ങനെ ഹലോ ശ്രീമ എത്തിയിട്ടുണ്ട്. സീമ ഇന്നത്തെ ഹലോ. സാറിന്റെ ക്ലാസ് ഡോക്ടർ പൽപുവിനെ, എല്ലാവർക്കും നമസ്തേ. ഡോക്ടർ പൽപുവിനെ പറ്റിയുള്ള മഹാഗുരുവിന്റെ ശിഷ്യന്മാരിൽ ഡോക്ടർ പൽപുവിനെ പറ്റിയുള്ള ക്ലാസ് വളരെ നന്നായിരുന്നു. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഏവരും അത്യാദരപൂർവം ഓർക്കേണ്ട വ്യക്തിയാണ് ഡോക്ടർ പൽപു. നിർധനരായ കുട്ടികളെ പഠിപ്പിക്കുന്നതിലൂടെ അതേപോലെയുള്ള സഹായങ്ങളെ മറ്റ് അവരെ വിദ്യാഭ്യാസം ചെയ്യിക്കുക, അങ്ങനെയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ നേതൃത്വം കൊടുത്ത ഏറ്റവും മഹാനായ വ്യക്തിയായിരുന്നു ഡോക്ടർ പൽപു. അദ്ദേഹം മെട്രിക്കുലേഷൻ കഴിഞ്ഞ് എൻട്രൻസിന് അപ്ലൈ ചെയ്തിരുന്ന സമയത്ത് എൻട്രൻസ് പ്രവേശന പരീക്ഷ നിഷേധിച്ച സാഹചര്യം, അത് എത്രയൊക്കെ നവോത്ഥാന മൂല്യങ്ങൾ ഉണ്ടായാലും എത്രയൊക്കെ സാമൂഹ്യ പരിഷ്കരണങ്ങൾ ഉണ്ടായാലും ഈ അടുത്ത സമയത്ത് തന്നെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ച RLV രാമകൃഷ്ണനെ വർണ്ണ വിവേചനത്തിന്റെ പേരില് നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട ഒരവസ്ഥ, അത് ഈ സമയത്ത് ഞാൻ ഓർത്തു പോകുന്നു. പിന്നീടുള്ള മദ്രാസ് മെഡിക്കൽ കോളേജിൽ ചേർന്ന്, അതിനുശേഷം മദ്രാസ് മെഡിക്കൽ കോളേജിൽ ചേർന്ന് പഠിക്കുന്നു. പിന്നെ ആദ്യ നിയമനം മദ്രാസിൽ തന്നെ ഏകദേശം 1 വർഷത്തോളം സേവനം അനുഷ്ഠിക്കുന്നു. അതിനുശേഷം ആ ഫാക്ടറി നിരോധിക്കുകയും ചെയ്തു. പിന്നെ പ്ലേഗിനായുള്ള പ്രവർത്തനങ്ങൾ, അത് നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആശ്രാന്ത പരിശ്രമം, പിന്നെ അതിൻ്റെ ചീഫായിട്ടുള്ള നിയമനം,
പിന്നെ അത് ആ പ്ലേഗ് സമയത്ത് അദ്ദേഹം അനുഷ്ഠിച്ച സേവന പ്രവർത്തനങ്ങളെ പറ്റി സുഹൃത്തിന് എഴുതിയ കത്ത്, അങ്ങനെ കഠിനമായ അധ്വാനം, ത്യാഗനിർഭരമായ ജീവിതം, പിന്നെ ഔദ്യോഗിക മേഖലകളിൽ പല മേഖലകളിലൂടെയുള്ള ഔദ്യോഗിക ജീവിതം, സാമൂഹ്യ പ്രവർത്തനം, മഹാഗുരുവിനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് തന്നെയുള്ള സാമൂഹ്യ പ്രവർത്തനം, പിന്നീട് അതിനുശേഷം മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും മഹാരാജാവിന്റെ മുൻപിൽ സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആശ്രാന്ത പരിശ്രമങ്ങൾ, പിന്നെ അതിനുശേഷം യോഗത്തിന്റെ മൂന്നാമത്തെ വാർഷിക യോഗത്തിൽ അതിനെപ്പറ്റിയുള്ള മഹാഗുരു എത്രത്തോളം യോഗത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള പ്രസ്താവനകൾ, അങ്ങനെ വളരെയധികം കാര്യങ്ങൾ സാറിന്റെ ഈ 1 മണിക്കൂറിലുള്ള പ്രഭാഷണത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എല്ലാവർക്കും ഇതുപോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമസ്തേ. വളരെ നന്ദി ശ്രീമതി നിമ. അനിൽ സാർ ലൈനില്ലേ? അനിൽ സാർ പ്ലീസ്. നമസ്തേ. അല്ല സാർ, ഇന്നത്തെ ക്ലാസിനെ കുറിച്ചുള്ള ഒരു അവലോകനമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ക്ഷമിക്കണം, ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. എന്റെ ഭാഗത്തുനിന്ന് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. അതായത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. കാരണം ഇത് ഇവിടെ കറണ്ടോ ഒന്നുമില്ല. അപ്പൊ റെക്കോർഡിങ് നടത്താൻ സാധിക്കാതെ വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യേണ്ടതാണ്, അവലോകനം ചുരുക്കേണ്ടതാണെന്ന് അഭ്യർത്ഥിക്കുന്നു. റെക്കോർഡിങ്ങിന്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. എല്ലാവർക്കും നമസ്തേ. ഇന്ന് ആദ്യമായിട്ട് എനിക്ക് ഈ ഗുരുവായൂർ പാഠശാലയിൽ കയറാൻ കഴിഞ്ഞത്, അതും VMC സാറിന്റെ ക്ലാസ് ഉണ്ടായപ്പോൾ ഒന്ന് ട്രൈ ചെയ്തു. ദൈവാനുഗ്രഹം എനിക്ക് സാധിച്ചു. ഇത്രയും നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ ഈഴവ സമുദായത്തിൽ ഇത്രയും ആത്മവിശ്വാസം പകർന്നുന്ന ഒരു വലിയ ഡോക്ടർ പൽപ്പിനെ പറ്റിയുള്ള ആ ക്ലാസ് സാർ വളരെ ഭംഗിയാക്കി. VMC സാറ് നമ്മൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഓരോ ക്ലാസ്സുകൾ അത്ര മഹത്തരമായിരുന്നു. സാറിന്റെ അതേ രീതിയിലുള്ള തനതായ വ്യക്തിത്വത്തിൽ, തനതായ ശൈലിയിൽ സാർ അവതരിപ്പിച്ചത് കൂടുതൽ സമയം നീട്ടുന്നില്ല. അത്ര ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം എല്ലാവരെയും അറിയിക്കട്ടെ. സാറിനും നമ്മളുടെ ഇനിയുള്ള ക്ലാസ്സുകളും തുടർന്നും നമ്മുടെ സാറിന്റെ സഹായവും സന്ദർഭങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വിരമിക്കുന്നു. താങ്ക് യു. നന്ദി അനിൽ സാർ. ഒരു പ്രത്യേക അറിയിപ്പൂടുണ്ട്. അടുത്ത ആഴ്ച, അതായത് ഏപ്രിൽ മാസം 4-ാം തീയതി മുതലുള്ള നമ്മളുടെ ഗുരുവായൂർ പാഠശാലയുടെ സമയം വൈകിട്ട് 8 മണി മുതൽ 9 മണി വരെ ആയിരിക്കും. വൈകിട്ട് 8 മണി മുതൽ 9 മണി വരെ. അപ്പോൾ ഇത്രയും സമയം നമുക്ക് ക്ലാസ് എടുത്തു തന്ന ശ്രീ VM ശശി സാറിന് കോട്ടയം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ പേരിലുള്ള നന്ദി അർപ്പിക്കുകയാണ്. അതോടൊപ്പം ഇത്രയും സമയം സാറിനെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും, മഴയുടെയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ കൂടെയും ക്ലാസ്സിൽ ലെഫ്റ്റ് ആവാതെ ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അടുത്തതായി നമുക്ക് സമർപ്പണ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കാം. സമർപ്പണ പ്രാർത്ഥന. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓക്കെ, എല്ലാവർക്കും ക്ലാസ്സിൽ ലെഫ്റ്റ് ആകാവുന്നതാണ്. നമസ്തേ.